Good morning students. Good morning. നമുക്ക് ഇന്ന് കുറച്ച് ജികെ സ്റ്റഡി ചെയ്താലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കേ, ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ. നമുക്ക് ഇന്നൊരു പുതിയ ചാപ്റ്റർ സ്റ്റഡി ചെയ്യാം. ബേർഡ്സ് ഓഫ് പ്രേ. എന്താണ് ബേർഡ്സ് ഓഫ് പ്രേ? നമ്മുടെ 13ാമത്തെ 13 ചാപ്റ്റർ ആണ് ബേർഡ്സ് ഓഫ് പ്രേ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കുറച്ച് പക്ഷികളുടെ ബേർഡ്സിന്റെ കാര്യമാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓക്കേ, നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ പേജ് നമ്പർ 27. എല്ലാവരും എടുത്തോ? ഓക്കേ, നോക്കിക്കേ. Birds of prey or raptors hunt and feed on other animals' flesh. എന്താണ് birds of prey? അല്ലേ, നമ്മുടെ ഇരപിടിയൻ പക്ഷികൾ അല്ലെങ്കിൽ റാപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? മറ്റു മൃഗങ്ങളുടെ മാംസം വേട്ടയാടി ഭക്ഷിക്കുന്നവരാണ് ആര്? ഈ ഇരപിടിയൻ പക്ഷികൾ അല്ലെങ്കിൽ നമ്മുടെ റാപ്റ്റേഴ്സ്. നോക്കിക്കേ, they are classified into two orders, falciforms and strigiforms. എന്താണ് നമ്മുടെ രണ്ട് തരത്തിൽ നമുക്ക് ഇവയെ തരംതിരിക്കാം. ഫാൽക്കോണിഫോമുകൾ എന്നും പിന്നെന്താണ് സ്ട്രിഗിഫോമുകൾ എന്നും. ഇല്ലേ, രണ്ട് തരത്തിൽ നമ്മൾ ഇവയെ ക്ലാസിഫൈ ചെയ്യുന്നു, ഫാൽക്കോണിഫോംസ് ആൻഡ് സ്ട്രിഗിഫോംസ്. അപ്പൊ എന്താണ് ടീച്ചർ പറഞ്ഞത്? ബേർഡ്സ് ഓഫ് പ്രേ അല്ലെങ്കിൽ ആരാണ്? റാപ്റ്റേഴ്സ്, ഇരപിടിയൻ പക്ഷികൾ അല്ലെങ്കിൽ റാപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? മറ്റു മൃഗങ്ങളുടെ മാംസം വേട്ടയാടി ഭക്ഷിക്കുന്നു. ഇല്ലേ, അപ്പൊ ഈ ഇവയെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഫാൽക്കോണിഫോംസ് അല്ലെങ്കിൽ ആൻഡ് സ്ട്രിഗിഫോംസ്. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്യണം. ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ടീച്ചർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കട്ടെ. The raptors don't have hooked beaks with sharp edges. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താല്ലേ? നമ്മുടെ റാപ്റ്റേഴ്സ് ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു വേട്ടയാടി ഭക്ഷിക്കുന്ന പക്ഷികൾ. അപ്പൊ ഈ റാപ്റ്റേഴ്സിന് എങ്ങനെയുള്ള കൊക്കുകൾ ഇല്ലെന്ന് അവർ പറയുന്നത് നോക്കിക്കേ. മൂർച്ചയുള്ള അരികുകളുള്ള അല്ലെങ്കിൽ കൊളുത്തി കണക്ക് രീതിയിൽ ഇരിക്കുന്ന കൊക്കുകൾ ഇല്ല എന്നാണ് പറയുന്നത്. The raptors don't have hooked beaks with sharp edges. ഇല്ല, ഇങ്ങനെ കൊളുത്ത് ഇങ്ങനെ ഒരുമാതിരി കൊളുത്ത് പോലെ ഇരിക്കുന്ന കൊക്കുകളും അല്ലെങ്കിൽ മൂർച്ചയുള്ള അരികുകളുള്ള കൊക്കുകൾ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ട്രൂ ആണോ ഫാൾസ് ആണോ? ആൻസർ എന്താ? ഫാൾസ്. നമ്മുടെ ആൻസർ ഫാൾസ് ആണ്. കാരണം ഇരപിടിക്കുന്ന ആ ഒരു ജീവികൾക്ക്, വേട്ടയാടി ഇരപിടിക്കുന്ന ജീവികൾക്ക് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഒരു വളർന്ന രീതിയിലുള്ള കൊക്കും മൂർച്ചയുള്ള കൊക്കായിരിക്കും. ഇല്ലേ, നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നുണ്ടോ പിക്ചർ? അപ്പൊ അത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എന്താണ്? ഫാൾസ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റാപ്റ്റേഴ്സ് ഡോണ്ട് ഹാവ് ഹുക്ക്ഡ് ബീക്സ് വിത്ത് ഷാർപ്പ് എഡ്ജസ്. ഇല്ലേ, ഇങ്ങനെ വളർന്ന അല്ലെങ്കിൽ മൂർച്ചയുള്ള അരികുകളുള്ള കൊക്കുകൾ അല്ല എന്നാണ് തന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ആൻസർ ഫാൾസ് ആണ്. അവർക്ക് അങ്ങനെയുള്ള കൊക്കുകളാണ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. The birds of prey have a keen and excellent eyesight. എന്തുവാ പറയുന്നത്? നമ്മുടെ ഇരപിടിയൻ പക്ഷികൾക്ക് എന്താണ്? നല്ല തീക്ഷ്ണവും മികച്ചതുമായ കാഴ്ചശക്തി ഉണ്ട് എന്നാണ് തന്നിരിക്കുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ. ട്രൂ ആണോ ഫാൾസ് ആണോ? നമ്മുടെ ആൻസർ ട്രൂ. കാരണം എന്താ? അവർക്ക് നല്ല കാഴ്ചയില്ലേ, നല്ല തീവ്രം അല്ലെങ്കിൽ നല്ല തീക്ഷ്ണവും മികച്ചതുമായിട്ടുള്ള കാഴ്ചശക്തിയാണ് ഈ ഇരപിടിയൻ പക്ഷികൾക്ക് ഉള്ളത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ട്രൂ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കേ. മോസ്റ്റ് ബേർഡ്സ് ഓഫ് പ്രേ ആർ നോട്ട് ഇന്റലിജന്റ്. എന്താണ്? മിക്ക ഇരപിടിക്കുന്ന പക്ഷികളും ഇന്റലിജന്റ് അല്ല, ബുദ്ധിയുള്ളവരല്ല എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ആൻസർ എന്ത് വരും? ട്രൂ ആയിരിക്കോ ഫാൾസ് ആയിരിക്കോ? നമ്മുടെ ആൻസർ ഫാൾസ് ആയിരിക്കും. ഇല്ലേ, ഇരപിടിയൻ പക്ഷികൾക്ക് മിക്കവർക്കും എന്താണ്? ബുദ്ധി. അവരെല്ലാം ഇന്റലിജന്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഫാൾസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഫോർത്ത്, vultures can be referred to as nature's garbage man. എന്താ പറയുന്നത്? നമ്മുടെ കഴുകന്മാരില്ലേ, കഴുകന്മാരെ നമ്മുടെ പ്രകൃതിയുടെ മാലിന്യ മനുഷ്യരെന്നാണ് നമ്മൾ വിളിക്കുന്നത്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ? നിങ്ങൾ തന്നെ പറഞ്ഞേ. ട്രൂ ഓർ ഫാൾസ്? ട്രൂ അല്ലേ? കഴുകന്മാരൊക്കെ എന്താണ്? നമ്മുടെ വേസ്റ്റ് ഒക്കെ അവരെ കൊത്തിയെടുത്ത് കഴിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അവരെ പ്രകൃതിയുടെ എന്തെന്ന് വിളിക്കുന്നു? മാലിന്യ മനുഷ്യർ. ഇല്ലേ, നേച്ചേഴ്സ് ഗാർബേജ് മാൻ എന്ന് മെല്ലെന്ന് വിളിക്കുന്നുണ്ട്. അത് ശരിയോ തെറ്റോ? ട്രൂ ആണ്. നമ്മുടെ ആൻസർ അപ്പൊ ഏതാണ്? ട്രൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡയനൽ ബേർഡ്സ് ഓഫ് പ്രേ ഹണ്ട് ഇൻ ദ നൈറ്റ്. ഇപ്പൊ ഡയനൽ ബേർഡ്സ് ഓഫ് പ്രേ, ഡയനൽ ഇരപിടിയൻ പക്ഷികൾ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? അവര് വേട്ടയാടുന്നത് അല്ലെങ്കിൽ അവർ ഇരപിടിക്കുന്നത് എപ്പോഴാണ്? നൈറ്റ് ടൈമിലാണെന്നാ തന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ട്രൂ ഓർ ഫാൾസ്? ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഫാൾസ് ആണ്. അല്ലെ, എന്താണ്? ഡയനൽ ബേർഡ്സ് ഓഫ് പ്രേ ഹണ്ട് ഇൻ ദ നൈറ്റ് ടൈം. നൈറ്റ് ടൈമിലാണ് ഇവർ ഇരപിടിക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മുടെ ആൻസർ ഏതാണ്? ഫാൾസ്. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Owls are typically nocturnal predators. ഇപ്പൊ എന്താണ്? നമ്മുടെ ഔള്, മൂങ്ങ അല്ലേ, മൂങ്ങ സാധാരണയായിട്ട് എന്താ ചെയ്യുന്ന? രാത്രികാല വേട്ടക്കാരാണ്. മൂങ്ങകൾ എന്താണ്? രാത്രിയാണ് വേട്ടയ്ക്ക് ഇറങ്ങുന്നത് എന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ അത് ട്രൂ ഓർ ഫാൾസ്?
നമ്മുടെ ആൻസർ ഏതായിരിക്കും? ട്രൂ ആയിരിക്കും അല്ലേ? ഔൾസ് എന്താ ചെയ്യുന്നത്? ഔൾസ് ആർ ടിപ്പിക്കലി നോക്ടേണൽ പ്രെഡേറ്റേഴ്സ്. അപ്പൊ എന്താണ്, അവർ രാത്രി കാലങ്ങളിലാണ് മൂങ്ങകള് വേട്ടയാടാൻ അല്ലെങ്കിൽ ആഹാരം തേടി നിലപിടിക്കാൻ ഇറങ്ങുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ട്രൂ. അടുത്ത 7th ക്വസ്റ്റ്യൻ നോക്കിക്കേ. The hawk's vision is 8 times greater than that of a human. അല്ലേ, ഒരു മനുഷ്യനേക്കാളും 8 മടങ്ങ് അല്ലേ, 8 മടങ്ങ് കൂടുതലാണ് നമ്മുടെ പരുന്തിന്റെ കാഴ്ചശക്തി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ പരുന്തിന്റെ കാഴ്ചശക്തി എന്ന് പറയുന്നത്? കാഴ്ച എന്ന് പറയുന്നത് മനുഷ്യരെക്കാളും 8 മടങ്ങ് കൂടുതലാണ്. നമ്മുടെ ആൻസർ ട്രൂ ഓർ ഫാൾസ് ആണ്? ആൻസർ ട്രൂ ആണ്. എന്താ ടീച്ചർ ചോദിച്ച ചോദ്യം? The hawk's vision is 8 times greater than that of a human. ഒരു ഹ്യൂമനേക്കാളും 8 മടങ്ങ് കൂടുതലാണ് നമ്മുടെ പരുന്തിന്റെ കാഴ്ചശക്തി എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. The average wingspan of an eagle can vary from 2 to 3 feet. എന്താണ്, ഒരു കഴുകന്റെ ശരാശരിയിലെ ചിറകുകൾ എന്ന് പറയുന്നത് 2 മുതൽ 3 അടി വരെ വ്യത്യാസപ്പെട്ടിരിക്കും. എന്താ ടീച്ചർ പറഞ്ഞത്? ഒരു കഴുകന്റെ ശരാശരി ചിറകുകൾ എന്ന് പറയുന്നത് 2 മുതൽ 3 അടി വരെ വ്യത്യാസപ്പെടാം. എന്താ? The average wingspan of an eagle can vary from 2 to 3 feet. ഒരു കഴുകന്റെ ശരാശരി ചിറകുകൾ എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 അടി വരെ വ്യത്യാസപ്പെടാം. നമ്മുടെ ആൻസർ ട്രൂ ഓർ ഫാൾസ്? ആൻസർ എന്താണ്? ഫാൾസ് ആണ്. നമ്മൾ എത്ര ക്വസ്റ്റ്യൻ നോക്കി? 8 ക്വസ്റ്റ്യൻ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ട്രൂ ഓർ ഫാൾസ്? ഏതായിരുന്നു? ഫാൾസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ട്രൂ. തേർഡ് ക്വസ്റ്റ്യൻ ഫാൾസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ട്രൂ. ഫിഫ്ത് ക്വസ്റ്റ്യൻ ഫാൾസ്. സിക്സ്ത് ട്രൂ. ഏഴാമത്തെ ഏതാ? ട്രൂ. 8 ഫോൾസ്. അപ്പൊ അത് മനസ്സിലായ? ബേർഡ്സ് ഓഫ് പ്രേയിൽ നമ്മൾ കുറെ പക്ഷികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് നോക്കി. അത് നമ്മുടെ 14 ചാപ്റ്റർ നോക്കിക്കേ. ലേറ്റസ്റ്റ് ഓൺ ബേർഡ്സ്. എന്താണ് നമ്മുടെ പക്ഷികൾ? ഇതും പക്ഷികളെ പറ്റിയുള്ള ചാപ്റ്റർ തന്നെയാണ്. ഏറ്റവും പുതിയ പക്ഷികൾ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുക. ലേറ്റസ്റ്റ് ഓൺ ബേർഡ്സ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റഡി ചെയ്യാം. പേജ് നമ്പർ 28 എടുത്തല്ല. അത് നോക്കിയാൽ കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. നമുക്കൊരു സെന്റൻസ് തന്നിട്ടുണ്ട്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അവിടെ നമ്മൾ എന്താണ് ചേർക്കുന്നത്? ഓരോ പക്ഷികളുടെയും നെയിമാണ് അവിടെ ചേർക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് ക്യാൻ സ്റ്റേ എലോട്ട് ഫോർ മന്ത്സ് വിത്തൗട്ട് കമ്മിങ് ഡൗൺ. ഇറ്റ് യൂസസ് ക്ലൗഡ് ടു ഗെയിൻ altitude according to recent research. അപ്പൊ എന്താ പറയുക? ഡാഷ് ക്യാൻ സ്റ്റേ എലോട്ട് ഫോർ മന്ത്സ് വിത്തൗട്ട് കമ്മിങ് ഡൗൺ. അപ്പൊ താഴോട്ട് വരാതെ അല്ലേ, മാസങ്ങളോളം താഴേക്ക് വരാതെ ഉയരത്തിൽ തന്നെ നിൽക്കാൻ കഴിയും ഈ ഒരു പക്ഷിക്ക്. അതുപോലെ തന്നെ റീസെന്റ് റിസർച്ച് എന്തുവാ പറയുന്നത്? ഇത്തരത്തില് ഈ ഒരു ഉയരം നേടാൻ ഇത് മേഘങ്ങളെ ഉപയോഗിക്കുന്നു. ഈ പക്ഷി ഇത്തരത്തിൽ ഉയരത്തിൽ തന്നെ നിൽക്കാൻ അല്ലെങ്കിൽ ഉയരം നേടാനായിട്ട് ഈ പക്ഷികൾ മേഘങ്ങളെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മുടെ സമീപകാലത്ത് റീസെന്റ് റിസർച്ചിലെ സമീപകാല ഗവേഷണങ്ങൾ പറയുന്നത്. അത് ഏത് പക്ഷിയാണ്, ഏത് ബേർഡ് ആണെന്നുള്ളതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡാഷ് ക്യാൻ സ്റ്റേ എലോട്ട് ഫോർ മന്ത് വിത്തൗട്ട് കമ്മിങ് ഡൗൺ. അല്ലെ, താഴേക്ക് വരാതെ ഉയരങ്ങളിൽ തന്നെ നിൽക്കാൻ, മാസങ്ങളോളം ഉയരങ്ങളിൽ നിൽക്കാൻ ഈ പക്ഷിക്ക് സാധിക്കും. It uses clouds to gain altitude according to recent research. എന്താണ് നമ്മുടെ സമീപകാലത്തെ ഗവേഷണം എന്തോ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു റീസെന്റ് റിസർച്ച് എന്തോ പറയുന്നത്? ഇത്തരത്തിൽ ഇങ്ങനെ ഉയരത്തിൽ നിൽക്കാനായിട്ട് ഈ പക്ഷികൾ മേഘങ്ങളെയാണ് യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഏത് തരത്തിലുള്ള പക്ഷിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? ഫ്രിഗേറ്റ് ബേർഡ്സ്. എന്താണ്? ഫ്രിഗേറ്റ് ബേർഡ്സ്. സ്പെല്ലിംഗ് നോക്കിക്കേ. ഏതാണ് നമ്മുടെ പക്ഷിയുടെ പേരെന്താ? ഫ്രിഗേറ്റ് ബേർഡ്സ് എന്നാണ് നമ്മുടെ ആൻസർ. അപ്പൊ ആ ഡാഷ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചേർക്കണം? ഫ്രിഗേറ്റ്. എന്താണ് ചേർക്കേണ്ടത്? ഫ്രിഗേറ്റ് ബേർഡ്സ്. നോക്കിക്കേ. ഫ്രിഗേറ്റ് ബേർഡ്സ് ക്യാൻ സ്റ്റേ എലോട്ട് ഫോർ മന്ത് വിത്തൗട്ട് കമ്മിങ് ഡൗൺ. അല്ലേ, ഫ്രിഗേറ്റ് ബേർഡ്സിനാണ് ഇങ്ങനെ മാസങ്ങളോളം താഴേക്ക് വരാതെ ഉയരത്തിൽ തന്നെ കഴിയാൻ അല്ലേ പറ്റുന്നത്. ആർക്കാണ്? ഈ ഫ്രിഗേറ്റ് ബേർഡ്സിനാണ്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കേ. A fossil was found recently which reveals that ostrich like bird lived in North America about dash million years ago. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ നോർത്ത് അമേരിക്കയിലെ അല്ലേ എത്ര വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന ഒരു പക്ഷിയുടെ ഫോസില്, ഒരു ഓസ്ട്രിച്ചിലെ ഒരു ഓസ്ട്രിച്ച് ലൈക്ക് ബേർഡ് അല്ലേ, ഓസ്ട്രിച്ചിന്റെ അല്ലെങ്കിൽ അതുപോലുള്ളൊരു
പക്ഷിയുടെ ഫോസിൽ നമ്മൾ നോർത്ത് അമേരിക്കയിൽ കണ്ടെത്തി. അത് എത്ര വർഷം മുമ്പാണെന്നാണ് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ എന്താണ്? 50 അല്ലേ? 50 ആണ് നമ്മുടെ ആൻസർ. അതായത് 50 വർഷം അല്ലെ, 50 വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ അമേരിക്കയിൽ 50 ദശലക്ഷം വർഷങ്ങൾ, 15 മില്യൺ ഇയേഴ്സ് ആണ്. അപ്പൊ എന്താണ് 50 ദശലക്ഷം? 15 മില്യൺ ഇയേഴ്സ് ആണ്. 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ വടക്കേ അമേരിക്കയിൽ ജീവിച്ചിരുന്നു. ആരെ? നമ്മുടെ ഒരു ഫോസിൽ കണ്ടെത്തി. ഏത് ഫോസിലാണ്? അതായത് ഓസ്ട്രിച്ച്, ഒട്ടക പക്ഷിയെ പോലുള്ള ഒരു പക്ഷി ജീവിച്ചിരുന്നു, നമ്മുടെ നോർത്ത് അമേരിക്കയിൽ ജീവിച്ചിരുന്നു. എത്ര കൊല്ലം മുമ്പ്? 50 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നോർത്ത് അമേരിക്കയിൽ നമ്മുടെ ഒട്ടക പക്ഷിയെ പോലൊരു പക്ഷി ജീവിച്ചിരുന്നു എന്നതിന് തെളിവായിട്ടൊരു ഫോസില് കണ്ടെത്തി. എത്ര ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്? 50 മില്യൺ ഇയേഴ്സ് എഗോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. റീസെന്റ് സ്റ്റഡി റിവീൽസ് that 2 essential adaptations enable birds to expand their vision into ultraviolet range. ഇപ്പൊ എന്താണ് നമ്മുടെ ഈ അടുത്ത നടന്ന പഠനങ്ങൾ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? 2 അഡാപ്റ്റേഷൻ ഉണ്ട്. അതായത് നമ്മുടെ പക്ഷികൾക്ക് അവരുടെ അൾട്രാവയലറ്റ് റേഞ്ചിലുള്ള വിഷൻ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവർ 2 അഡാപ്റ്റേഷൻസ് അവർക്കുണ്ട് എന്ന് നമ്മുടെ റീസെന്റ് പഠനങ്ങൾ തെളിയിച്ചു. നോക്കിക്കേ. These 2 adaptations are chemical changes in light filtering pigments called dash and the tuning of light sensitive proteins called dash. അപ്പൊ ഏതൊക്കെയാണ് അഡാപ്റ്റേഷൻസ്? These 2 adaptations are chemical change in light filtering pigment. ഇല്ലേ? എന്താണ് നമ്മുടെ ആ ഒരു ലൈറ്റ് ഫിൽറ്ററിംഗ് പിഗ്മെന്റുകളുടെ ആ ഒരു രാസമാറ്റം, അതിനൊരു പേര് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ ട്യൂണിംഗ് ഓഫ് ലൈറ്റ് സെൻസിറ്റീവ് പ്രോട്ടീൻ. എന്താണ്? ട്യൂണിംഗ് ഓഫ് ലൈറ്റ് സെൻസിറ്റീവ് പ്രോട്ടീൻ, ലൈറ്റ് സെൻസിറ്റീവ് പ്രോട്ടീനുകളുടെ ട്യൂണിങ്. അങ്ങനെ 2 തരത്തിലുള്ള അഡാപ്റ്റേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ പക്ഷികൾ എന്താണ് അവരുടെ വിഷൻ, നമ്മുടെ അൾട്രാവയലറ്റ് റേഞ്ചിലുള്ള അവരുടെ വിഷൻ എക്സ്പാൻഡ് ചെയ്യുന്നത് ഈ 2 അഡാപ്റ്റേഷനുകൾ ഉപയോഗിച്ചിട്ടാണെന്നാണ് നമ്മുടെ ഈ റീസെന്റ് സ്റ്റഡീസ് പറയുന്നത്. ഏതൊക്കെയാണ് ആ 2 അഡാപ്റ്റേഷൻസ്? നമുക്ക് 2 ഡാഷ് എഴുതുന്നില്ലേ? അവിടെ നമ്മൾ ഏതൊക്കെ 2 അഡാപ്റ്റേഷനുകളാണ് എഴുതുന്നത്? ആദ്യത്തെ ഡാഷിൽ നമ്മൾ എഴുതേണ്ടത് നോക്കിക്കേ, കരോഡിനോയിഡ്. എന്താണ്? കരോഡിനോയിഡ്സ്. എന്താണ് നമ്മൾ ആദ്യത്തെ ഡാഷിൽ എഴുതേണ്ടത്? കരോട്ടിനോയിഡ്സ്. നോക്കിക്കേ, കരോട്ടിനോയിഡ്സ് CAROTENOIDS. ആദ്യത്തെ നമ്മുടെ ഡാഷില് കരോട്ടിനോയിഡ്സ്. സെക്കൻഡ് നോക്കിക്കേ, നമ്മുടെ ആൻസർ ഓക്സിൻസ്. എന്താണ്? ഓക്സിൻസ്. ഏതൊക്കെയാണ് 2 അഡാപ്റ്റേഷനുകൾ? ഏതൊക്കെയാണ് ആ 2 അഡാപ്റ്റേഷനുകളാണ്? കരോട്ടിനോയിഡ്സും ഓക്സിൻസും. ഈ 2 അഡാപ്റ്റേഷൻസ് യൂസ് ചെയ്തിട്ടാണ് പക്ഷികൾ അവരുടെ വിഷൻ ഇല്ലേ, അവരുടെ അൾട്രാവയലന്റ് ഏതാണ് അൾട്രാവയലന്റ് റേഞ്ചിലുള്ള അവരുടെ വിഷൻ എക്സ്പാൻഡ് ചെയ്യുന്നത് ഈ 2 അഡാപ്റ്റേഷനുകൾ ഉപയോഗിച്ചിട്ടാണെന്നാണ് നമ്മുടെ ഈ റീസെന്റ് സ്റ്റഡീസ് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് ആർ പെർഫോമിംഗ് എ യൂസ്ഫുൾ ഫംഗ്ഷൻ ഓഫ് കീപ്പിംഗ് അവർ എൻവയോൺമെന്റ് free from rotting carcasses according to the research carried out recently at the University of Exeter in Cornwall. എന്താണ് നമ്മുടെ ഒരു കോൺവാൾ, നമ്മുടെ എക്സെറ്റർ ഇൻ കോൺവാൾ ഇല്ലേ, കോൺവാളില് നടന്ന യൂണിവേഴ്സിറ്റി ഓഫ് എക്സെറ്റർ ഇൻ കോൺവാൾ, കോൺവാളിലെ യൂണിവേഴ്സിറ്റി ഓഫ് എക്സെറ്ററിൽ നടത്തിയ ഒരു പഠനത്തില് ഒരു റിസർച്ച് നടത്തിയത് എന്തോ പറയുന്നത്, നമ്മുടെ എന്താണ് ഈ പരിസ്ഥിതിയിൽ അല്ലേ, നമ്മുടെ പരിസ്ഥിതിയിൽ ചീഞ്ഞഴിഞ്ഞ ശവങ്ങളിൽ നിന്ന് നമ്മൾ ആ പരിസ്ഥിതിയെ മുക്തമാക്കുന്നതിനുള്ള അല്ലേ, അത് മുക്തമാക്കുന്നതിനുള്ള ഒരു ഉപയോഗപ്രദമായ പ്രവർത്തനം ചെയ്യുന്നത് ഈ പക്ഷിയാണ്. ആരാണ്? നോക്കിക്കേ. Dash are performing a useful function of keeping our environment free from rotting carcasses according to the research carried out recently at the University of Exeter in Cornwall. കോൺവാളിലെ എക്സെറ്റർ സർവകലാശാലയിൽ നടത്തിയ പഠനത്തിൽ നിന്ന് ഗവേഷണത്തിൽ നിന്നാണ് നമുക്ക് ഒരു കാര്യം മനസ്സിലായത്. നമ്മുടെ ഈ ഒരു പക്ഷി എന്ത് ചെയ്യുന്നു, നമ്മുടെ പരിസ്ഥിതിയെ ചീഞ്ഞഴിഞ്ഞ ശവങ്ങളിൽ നിന്ന് മുക്തമാക്കാനുള്ള ഒരുപാട് ഉപയോഗപ്രദമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഏതാണ് ആ പക്ഷി? നമുക്കെല്ലാം വളരെ പരിചിതമായിട്ടുള്ള പക്ഷിയാണ് ക്രോ അല്ലേ. ആരാണ്? ക്രോ. ക്രോ. നമ്മൾ അവിടെ എന്ത് ഫില്ല് ചെയ്യണം? ക്രോ ആർ പെർഫോമിംഗ് എ യൂസ്ഫുൾ ഫംഗ്ഷൻ ഓഫ് കീപ്പിംഗ് അവർ എൻവയോൺമെന്റ് ഫ്രീ ഫ്രം റോട്ടിംഗ് carcasses according to the research carried out recently at the University of Exeter in Cornwall. Okay. Next, fifth question. Recent research revealed that
dash even when asleep can distinguish between the sounds of predators and non-predators and even react differently. എന്താണ് പറയുന്നത്? നമ്മൾ ഏതോ ഒരു ബേർഡിനെ നോക്കിക്കേ, ഡാഷ് ഏതോ ഒരു ബേർഡിന് ഉറങ്ങുമ്പോഴും ഇല്ലേ വേട്ടക്കാരുടെയും ഇരപിടിയന്മാരുടെ എല്ലാ ശബ്ദങ്ങൾ തിരിച്ചറിയാനും വ്യത്യസ്തമായി പ്രതികരിക്കാനും കഴിയുന്ന നമ്മുടെ സമീപകാല ഗവേഷണങ്ങൾ നമുക്ക് റിവീൽ ചെയ്ത് തന്നെ. എന്താ പറഞ്ഞാൽ ഏതോ ഒരു പക്ഷിക്ക് ആ ഡാഷ് ഇട്ടിട്ടുണ്ട്, ഏതോ ഒരു പക്ഷിക്ക് ഉറങ്ങുമ്പോഴും ഇരപിടിയന്മാരുടെ വേട്ടക്കാരുടെ എല്ലാ ശബ്ദങ്ങൾ തിരിച്ചറിയാനും അവയ്ക്കെതിരെ വളരെ വ്യത്യസ്തമായി പ്രതികരിക്കാനുള്ള ആ ഒരു കഴിവുണ്ട്. ഇത് നമ്മുടെ റീസെന്റ് റിസർച്ച് നമുക്ക് റിവീൽ ചെയ്ത് വെളിപ്പെടുത്തി തരുന്നു. ഏത് പക്ഷിക്കാണ് നോക്കിക്കേ, കിങ് പെൻഗ്വിൻസ്. എന്താണ് കിങ് പെൻഗ്വിൻസ്? ആർക്കാണ്? കിങ് പെൻഗ്വിൻസിനാണ് ഇങ്ങനെ ഈ ഉറങ്ങുന്ന സമയത്തും വേട്ടക്കാരുടെയും ഇരപിടിയന്മാരുടെയും എല്ലാം ശബ്ദം തിരിച്ചറിയാനും അതിനെതിരെ വ്യത്യസ്തമായിട്ട് പ്രതികരിക്കാനും കഴിവുള്ള ബേർഡാണ് കിങ് പെൻഗ്വിൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ ആശയത്തെ എന്ത് ചേർക്കണം? കിങ് പെൻഗ്വിൻസ്. അടുത്ത 6th question. This songbird namely dash varies its resilience to winter weather depending on the place where it lives in Britain according to recent studies. എന്താണ്? This songbird namely dash. നോക്കിക്കേ, നമ്മുടെ ഈ റീസെന്റ് റിസർച്ചിൽ അടുത്തിടെ നടത്തിയ ഒരു പഠനം അനുസരിച്ച് നമ്മുടെ ബ്രിട്ടനിൽ താമസിക്കുന്ന ഈ ഒരു പക്ഷി എന്താണ്, അവിടുത്തെ സ്ഥലത്തെ ആശ്രയിക്കുന്ന ഈ ഒരു പാട്ടുപക്ഷി നമ്മുടെ വിന്റർ സീസൺ ആകുമ്പോൾ എന്ത് ചെയ്യും? ആ ഒരു അവിടുത്തെ വിന്റർ സീസൺ ആകുമ്പോൾ അവരുടെ ശൈത്യകാലം ആകുമ്പോഴത്തേക്കും ആ ഒരു പക്ഷിയുടെ പ്രതിരോധ ശേഷി എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെടുന്നു എന്നാണ് പറയുന്നത്. ടീച്ചർ എന്തുവാ പറഞ്ഞത്? നമ്മുടെ അടുത്തിടെ നടന്ന പഠനങ്ങൾ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? നമ്മുടെ ബ്രിട്ടനിൽ താമസിക്കുന്ന ഒരു പാട്ടുപക്ഷി നോക്കിക്കേ, സോങ് ബേർഡ് ആണ്, ഒരു പാട്ടുപക്ഷി. അവിടുത്തെ കാലാവസ്ഥ ഒരു വിന്റർ സീസൺ അനുസരിച്ച് ഇല്ലേ, ആ ഒരു വിന്റർ സീസൺ ആകുമ്പോഴത്തേക്ക് ഇല്ലേ ശൈത്യ കാലാവസ്ഥയോടുള്ള അതിന്റെ പ്രതിരോധ ശേഷി എന്താണ്? വ്യത്യാസപ്പെടുന്നു. ശൈത്യ കാലാവസ്ഥ വരുമ്പോഴത്തേക്ക് അതിന്റെ പ്രതിരോധ ശേഷി വേറെ രീതിയിലോട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഏതാണ് ആ പക്ഷി? നോക്കിക്കേ, റെൻ. WREN, റെൻ. ഈ ഒരു പക്ഷിയാണ് ഇല്ലേ, നമ്മൾ ആ ഡാഷിന്റെ അടുത്ത് എന്ത് ചേർക്കണം? റെൻ. ദിസ് songbird namely wren varies its resilience to winter weather depending on place where it's live in Britain. ബ്രിട്ടനിലെ ആ ഒരു പ്ലേസിലാണ് ആ പക്ഷി താമസിക്കുന്നത്. അപ്പൊ അവിടുത്തെ ശൈത്യകാലം അനുസരിച്ച് ശൈത്യ കാലാവസ്ഥയിൽ അതിന്റെ പ്രതിരോധ ശേഷി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? ഫ്രിഗേറ്റ് ബേർഡ്. സെക്കൻഡ് എന്താ പറഞ്ഞ? 50 million years ago. തേർഡ് ആൻസർ എന്തായിരുന്നു? കരോട്ടിനോയിഡ്സ് ആൻഡ് ഓപ്സിൻസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ ക്രോ. ഫിഫ്ത്ത് കിങ് പെൻഗ്വിൻസ്. സിക്സ്ത് ഏതാണ്? റെൻ. ക്ലിയർ ആയോ? എല്ലാവർക്കും കിട്ടിയ ആൻസർ? ഓക്കെ. ഇതിൽ അടുത്ത ക്യൂസ് എന്ന് പറഞ്ഞ കിടക്കുന്നുണ്ടോ? പേജ് നമ്പർ 29 ക്യൂസ് എന്ന് പറഞ്ഞ കിടക്കുന്നുണ്ടോ? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നോക്കിക്കേ, which bird can fly straight up, down and backward? ഏത് പക്ഷിക്കാണ് അല്ലേ നേരെ മുകളിലേക്കും അതുപോലെ തന്നെ താഴേക്കും അതുപോലെ തന്നെ പിന്നോട്ടും പറക്കാൻ കഴിയുന്നത്? ഏത് പക്ഷിക്കാണെന്നാണ് ചോദിച്ചത്. ഏത് പക്ഷിക്കാണ്? നമ്മുടെ ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഹമ്മിങ് ബേർഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഹമ്മിങ് ബേർഡ്. ഹമ്മിങ് ബേർഡിനാണ് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും പിന്നോട്ടും ഒക്കെ പറക്കാൻ കഴിയുന്നത്. ഹമ്മിങ് ബേർഡ്. വിച്ച് ബേർഡ് ക്യാൻ ഫ്ലൈ സ്ട്രെയിറ്റ് അപ്പ്, ഡൗൺ ആൻഡ് ബാക്ക്വേർഡ്? ഏത് പക്ഷിക്കാണ് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഒക്കെ പറക്കാൻ കഴിയുന്നത്? ഏത് പക്ഷിക്കാണ്? നമ്മുടെ ആൻസർ ഹമ്മിങ് ബേർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. നെയിം ദ പ്ലേസ് where thousands of birds from different species dip into the ground to kill themselves in September every year. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? അല്ലേ, എല്ലാ വർഷവും സെപ്റ്റംബറിൽ വിവിധ ഇനങ്ങളിൽപ്പെട്ട ആയിരക്കണക്കിന് പക്ഷികൾ എന്ത് ചെയ്യുന്നു? സ്വയം കൊല്ലാൻ നിലത്തിങ്ങനെ ഒതുങ്ങി കൊടുക്കുന്നു. നിലത്ത് കിടക്കുന്ന ആ ഒരു നിലത്തിങ്ങനെ ഒതുങ്ങുന്നു. ആ സ്ഥലത്തിന് നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? അവരുടെ സ്ഥലമുണ്ട്. എന്തോ പറഞ്ഞാൽ എല്ലാ വർഷവും സെപ്റ്റംബറിൽ ആയിരക്കണക്കിന് വിവിധ ഇനങ്ങളിൽപ്പെട്ട ആയിരക്കണക്കിന് പക്ഷികൾ എന്ത് ചെയ്യുന്നു? സ്വയം കൊല്ലാനായിട്ട് നിലത്തിങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പൊ ആ സ്ഥലത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ജാതിങ്ക, ഇന്ത്യ. ഏതാണ് ആ സ്ഥലം? ജാതിങ്ക, ഇന്ത്യ. ജാതിങ്ക,
ഇന്ത്യ. ഇന്ത്യയിലെ ജാതിന എന്ന സ്ഥലത്താണെങ്കിൽ എല്ലാ വർഷവും സെപ്റ്റംബറിൽ പക്ഷികൾ എന്ത് ചെയ്യും? സ്വയം കൊല്ലപ്പെടാനാണ്, സ്വയം കണ്ടാൽ നിലത്തിങ്ങനെ. നോക്കിക്കേ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ബേർഡ് ബേബി ഈസ് നോൺ ആസ് സിഗ്നെറ്റ്? എന്താണ് സിഗ്നെറ്റ് എന്ന് അറിയപ്പെടുന്നത്? ഏത് ബേർഡ്സിന്റെ ബേബിയാണ് നമ്മൾ സിഗ്നെറ്റ് എന്ന് അറിയപ്പെടുന്നത്? നമ്മുടെ ആൻസർ ഏതാ? സ്വാൻ. SWAN. സ്വാൻ ആണ് നമ്മുടെ ആൻസർ. എന്താണ്? വിച്ച് ബേർഡ് ബേബി ഈസ് നോൺ ആസ് സിഗ്നെറ്റ്? സിഗ്നെറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏത് ബേർഡിന്റെ ബേബിയാണ്? ഏത് ബേർഡിന്റെ ബേബിയാ? സ്വാൻ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ബേർഡ് ദാറ്റ് ലേസ് സ്മാളസ്റ്റ് എഗ്. എന്താണ് ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷിയുടെ പേര്? നെയിം ദ ബേർഡ് ദാറ്റ് ലേസ് ദ സ്മാളസ്റ്റ് എഗ്. ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷിയുടെ പേരെന്താണ്? ഹമ്മിങ് ബേർഡ്. നമ്മുടെ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ തന്നെയാണ് ഹമ്മിങ് ബേർഡ്. നമുക്ക് ഫിഫ്ത് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെയിം ദ വേൾഡ് ലാർജസ്റ്റ് ലിവിംഗ് ബേർഡ് ദാറ്റ് ഹാസ് ലാർജസ്റ്റ് വിങ് സ്പാൻ ഓഫ് 3.5 meters. എന്താ ടീച്ചർ പറഞ്ഞത്? ലോകത്തിലെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ഒരു പക്ഷിയാണിത്. ഏറ്റവും വലിയ ചിറകുകളുണ്ട് അല്ലേ? 3.5 meter. ഏറ്റവും വലിയ ചിറകുകളുണ്ട്. എന്താണ്? നെയിം ദ വേൾഡ് ലാർജസ്റ്റ് ലിവിംഗ് ബേർഡ് അല്ലേ? ജീവിച്ചിരിക്കുന്ന ഒരു വലിയ പക്ഷി, ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന പക്ഷിയാണിത്. പിന്നെന്താണ്? ലാർജസ്റ്റ് വിങ് സ്പാൻ ഓഫ് 3.5 meters. അതിന് 3.5 meters ഏറ്റവും വലിയ ചിറകുകളും ഉണ്ട്. ആ പക്ഷിയുടെ പേര് പറയാം. ഏതാണ്? ആൽബട്രോസ്. എന്താണ്? ആൽബട്രോസ്. ALBATROS. ആൽബട്രോസ്. എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന പക്ഷിയാണ്. ഏറ്റവും വലിയ ചിറകുകളുള്ള പക്ഷി. 3.5 meter ആണ് അതിന്റെ ചിറകിന്റെ വിങ് സ്പാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി നോൺ സ്പീഷീസ് ഓഫ് ബേർഡ്സ് എക്സിസ്റ്റ്? അറിയപ്പെടുന്ന എത്ര ഇനം പക്ഷികളാണ് നമുക്കുള്ളത്? എത്ര ഇനം പക്ഷികളാണ് അറിയപ്പെടുന്ന? എത്ര ഇനം പക്ഷികളാണ് നമുക്കുള്ളത്? ആൻസർ 9000. നമ്മുടെ ആൻസർ 9000. ഹൗ മെനി നോൺ സ്പീഷീസ് ഓഫ് ബേർഡ്സ് എക്സിസ്റ്റ്? അറിയപ്പെടുന്ന എത്ര ഇനം പക്ഷികളുണ്ട്? 9000. നെയിം ദ ഹെവിയസ്റ്റ് ബേർഡ് ഓഫ് പ്രേ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ഇരപിടിയൻ പക്ഷിയുടെ പേര് ചോദിച്ചിരിക്കും. എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ? നെയിം ദ ഹെവിയസ്റ്റ് ബേർഡ് ഓഫ് പ്രേ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ഇരപിടിയൻ പക്ഷിയുടെ പേര് എന്താ? പേര് ആൻഡിയൻ കോണ്ടർ. എന്താണ്? ആൻഡിയൻ കോണ്ടർ. ANDEN. ആൻഡിയൻ കോണ്ടർ. CONDOR. ആൻഡിയൻ കോണ്ടർ എന്നാണ് നമ്മുടെ പക്ഷിയുടെ പേര്. ഏത് പക്ഷി? ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ഇരപിടിയൻ പക്ഷിയുടെ പേരാണ് ആൻഡിയൻ കോണ്ടർ. നെയിം ദ ഹെവിയസ്റ്റ് ബേർഡ് ഓഫ് പ്രേ ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള ഇരപിടിയൻ പക്ഷി ഏതാണ്? ആൻഡിയൻ കോണ്ടർ. 8th ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഡു യു കോൾ എ ഗ്രൂപ്പ് ഓഫ് പെൻഗ്വിൻസ് ഫ്ലോട്ടിംഗ് ഇൻ ദ ഓഷ്യൻ? എന്താണ്? നമ്മുടെ ഓഷ്യനിൽ അല്ലേ, കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കൂട്ടം പെൻഗ്വിനുകൾക്ക് നമ്മൾ പറയുന്ന പേര് എന്തുവാ? എന്തുവായിരിക്കും? നിങ്ങൾ പറഞ്ഞ എന്താണ് ആ പേര്? റാഫ്റ്റ്. എന്താണ്? റാഫ്റ്റ്. RAFT. റാഫ്റ്റ്. എന്താണ്? What do you call a group of penguins floating in the ocean? കടലിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കൂട്ടം പെൻഗ്വിനുകളെ നമ്മൾ വിളിക്കുന്ന എന്തെന്ന്? റാഫ്റ്റ്. RAFT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേണ്ടത്. Which bird can rotate its head എന്താണ് 180 degree on either side? എന്താണ്? ഏത് പക്ഷിക്കാണ് അതിന്റെ തല അല്ലെ, അതിന്റെ തല ഇരുവശത്തേക്കും 180 ഡിഗ്രി തിരിക്കാൻ കഴിയുന്ന ആ പക്ഷിയുടെ പേരെന്താണ്? എന്താണ് നിങ്ങൾക്ക് അറിയാമോ? ഏതാണ് ആ പക്ഷി? ഏതാണ്? ഔൾ അല്ലേ. മൂങ്ങയ്ക്കാണ് ഇങ്ങനെ 180 ഡിഗ്രി ഇരുവശത്തേക്കും അതിന്റെ തല ഇങ്ങനെ തിരിക്കാൻ കഴിയുന്നത്. 10th ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ടോളസ്റ്റ് ഇന്ത്യൻ ബേർഡ്. ഏറ്റവും ഉയരമുള്ള ഇന്ത്യൻ പക്ഷിയുടെ പേര് ചോദിച്ചേക്കുവാണ്. ഏറ്റവും ഉയരമുള്ള ഇന്ത്യൻ പക്ഷിയുടെ പേരെന്താണ്? ദ സാരസ് ക്രെയിൻ. എന്താണ്? ദ സാരസ് ക്രെയിൻ. എന്താണ് നമ്മുടെ ആൻസർ? ദ സാരസ് ക്രെയിൻ.
ഇതാണ് നമ്മുടെ ആൻസർ. ദ സാരസ് ക്രെയിൻ. ഏറ്റവും വലിയ അല്ലെ ഏറ്റവും ഉയരമുള്ള ഇന്ത്യൻ പക്ഷിയുടെ പേരാണ് ദ സാരസ് ക്രെയിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഡു യു കോൾ എ ഗ്രൂപ്പ് ഓഫ് പാരറ്റ്സ്? ഗ്രൂപ്പ് ഓഫ് പാരറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എന്തായിരിക്കും? പാൻഡെമോണിയം. എന്താ നമ്മൾ വിളിക്കുന്ന പേര്? പാൻഡെമോണിയം. PANDEMONIUM. പാൻഡെമോണിയം. ഗ്രൂപ്പ് ഓഫ് പാരറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാൻഡെമോണിയം. എന്താണ്? പാൻഡെമോണിയം. PANDEMONIUM. പാൻഡെമോണിയം. ഗ്രൂപ്പ് ഓഫ് പാരറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാൻഡെമോണിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ഫാസ്റ്റസ്റ്റ് ബേർഡ് വിത്ത് എ ഡൈവിംഗ് സ്പീഡ് ഓഫ് 389 km/h. ഏതാണ് ആ പക്ഷി? മണിക്കൂറിൽ 389 കിലോമീറ്റർ വേഗതയുള്ള ആ ഡൈവിംഗ് വേഗതയുള്ള ആ പക്ഷിയുടെ പേരെന്താണ്? നോക്കിക്കേ. എന്താണ് ആൻസർ? പെരിഗ്രീൻ ഫാൽക്കൺ. എന്താണ്? പെരിഗ്രീൻ ഫാൽക്കൺ. PERIGRINFALCON. പെരിഗ്രീൻ ഫാൽക്കൺ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ ഫാസ്റ്റസ്റ്റ് ബേർഡ് വിത്ത് എ ഡൈവിംഗ് സ്പീഡ് ഓഫ് 389 km/h. അപ്പൊ എന്താണ്? മണിക്കൂറിൽ 389 കിലോമീറ്റർ വേഗതയുള്ള ആ ഒരു ബേർഡിന്റെ പേര് പെരിഗ്രീൻ ഫാൽക്കൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ബേർഡ് ദാറ്റ് വാസ് യൂസ്ഡ് ഫോർ സെൻഡിങ് ആൻഡ് റിസീവിംഗ് മെസ്സേജസ് ഇൻ ഓൾഡൻ ഡേയ്സ്. പഴയ കാലത്ത് നമ്മൾ മെസ്സേജുകൾ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമായിട്ട് ഉപയോഗിച്ചിരുന്ന പക്ഷിയുടെ പേര്. ആ ബേർഡിന്റെ പേരെന്താ? അത് എല്ലാവർക്കും അറിയില്ലേ? എന്താണ്? പിജിയൻസ്. എന്താണ്? പിജിയൻസ്. PIGEONS. പിജിയൻസ് അല്ലേ? പ്രാവ്. PIGEONS. പിജിയൻസ്. ഇപ്പൊ എന്താ ലിസ്റ്റ് ചോദിച്ചത്? നെയിം ദ ബേർഡ് that was used for sending and receiving messages in olden days. പഴയ കാലത്ത് സന്ദേശങ്ങൾ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ബേർഡിന്റെ പേര് എന്താണ്? പിജിയൻസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 14th ക്വസ്റ്റ്യൻ നോക്കിക്കേ. This is largest and flightless bird but can run up to 60 miles per hour. Name it. എന്താണ്? ഏറ്റവും വലുതും പറക്കാത്തതുമായ ഒരു പക്ഷിയാണ്. പക്ഷെ മണിക്കൂറിൽ 60 മൈൽ വരെ ഓടാൻ ഈ പക്ഷിക്ക് കഴിയും. അപ്പൊ ആ ഒരു ബേർഡിന്റെ പേര് പറയാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഏറ്റവും വലിയൊരു പക്ഷിയാണ്, പക്ഷെ പറക്കത്തില്ല, പറക്കാത്തതുമായിട്ടുള്ള പക്ഷിയാണ്. എന്നിരുന്നാൽ എന്താ? മണിക്കൂറിൽ 60 മൈൽ വരെ വേഗത്തിൽ ഓടാൻ ഈ പക്ഷിക്ക് കഴിയും. ഈ പക്ഷിയുടെ പേരെന്തുവാ? എന്താണ്? ഓസ്ട്രിച്ച്. എന്താണ്? ഓസ്ട്രിച്ച്. OSTRICH. ഓസ്ട്രിച്ച്. ക്ലിയർ ആയി? എന്താണ് ക്വസ്റ്റ്യൻ? ദിസ് ഈസ് ലാർജസ്റ്റ് ആൻഡ് ഫ്ലൈറ്റ്ലെസ് ബേർഡ്. അല്ലെ, വലിയ പക്ഷിയാണ് പക്ഷെ പറക്കാൻ കഴിയില്ല. ബട്ട് ക്യാൻ റൺ അപ് ടു 60 miles per hour. എന്താണ്? അതിന് 60 കിലോമീറ്റർ മണിക്കൂറിൽ അത്രയും 60 മൈൽ വരെ ഓടാൻ കഴിയും. ആ പക്ഷിയുടെ പേരെന്താണ്? ഓസ്ട്രിച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ ഹെവിയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് that weight up to 90 kg. എന്താണ്? 19 കിലോഗ്രാം വരെ ഭാരമുള്ള ഏറ്റവും വലിയ പറക്കുന്ന പക്ഷിയുടെ പേര് എന്താണ്? കോറി ബസ്റ്റാർഡ്. എന്താണ് പക്ഷിയുടെ പേര്? കോറി ബസ്റ്റാർഡ്. KORIBUSTARD. കോറി ബസ്റ്റാർഡ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ ഹെവിയസ്റ്റ് ഫ്ലൈയിങ് ബേർഡ് ദാറ്റ് വെയ്റ്റ് അപ് ടു 90 കിലോഗ്രാം. അല്ലേ, 19 കിലോഗ്രാം വരെ ഭാരമുള്ള ഏറ്റവും വലിയ പക്ഷി, പറക്കുന്ന പക്ഷിയുടെ പേര് എന്താണ്? കോറി ബസ്റ്റാർഡ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? ഹമ്മിങ് ബേർഡ്. സെക്കൻഡ് ക്വസ്റ്റ്യന്റെയോ? ജാതിങ്ക ഇന്ത്യ. തേർഡ് ക്വസ്റ്റ്യന്റെ എന്തായിരുന്നു? സ്വാൻ. നെക്സ്റ്റ് ഹമ്മിങ് ബേർഡ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യന്റെ ആൽബട്രോസ്. സിക്സ്തോ 9000. 7 ആൻഡിയൻ കോണ്ടർ. 8th ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? റാഫ്റ്റ്. 9th ഔൾ. 10 ദ സാരസ് ക്രെയിൻ. 11th പാൻഡെമോണിയം. അടുത്ത 12th ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? പെരിഗ്രീൻ ഫാൽക്കൺ. 13th എന്തായിരുന്നു? പിജിയൻസ്. 14th ആൻസർ എന്താ? ഓസ്ട്രിച്ച്. 15 കോറി ബസ്റ്റാർഡ്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ?
ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പം ഈ ടീച്ചർ ഇത്രയും പഠിച്ചിട്ട് വോയിസ് മെസ്സേജ് ടീച്ചറിന് അയച്ചു തരണം. അതുപോലെ നോട്ട്സും ടീച്ചറിന് സെൻഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബേസിക് സയൻസ് സ്റ്റഡി ചെയ്താലോ? ഓക്കെ, എല്ലാം റെഡിയല്ലേ? ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ. നമ്മുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 53 അല്ലേ? ഏത് ചാപ്റ്ററാണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്? ഏത് ചാപ്റ്ററാ? സ്റ്റഡി ഓഫ് ചേഞ്ചസ് അല്ലേ? മാറ്റങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ചേഞ്ചസ് മാൻമെയ്ഡും ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ചേഞ്ചസും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? അതുപോലെ നമ്മള് ചേഞ്ചസിനെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് പഠിക്കണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ അല്ലേ നോക്കണമെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ്? ഈസ് there a change in the shape, size or color of the material? ഇല്ലേ, ഒരു എന്താണ് നമ്മളൊരു മെറ്റീരിയൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുമ്പോൾ ആ ചേഞ്ചിന്റെ സൈസിന് അല്ലെങ്കിൽ അതിന്റെ കളറിന് അതിന്റെ ഷേപ്പിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കണം ആ ചേഞ്ച് വഴി ഇല്ലേ? എന്താ പറഞ്ഞത്? Is the change slow or fast? എന്താണ് ആ ചേഞ്ച് എങ്ങനെ ആയിരിക്കണം? ഒന്നുകിൽ സ്ലോ ആണോ നോക്കണം, അല്ലെങ്കിൽ ഫാസ്റ്റ് ആണോ നോക്കണം. ആ നമ്മൾ നടത്തുന്ന ആ ഒരു മാറ്റം, ആ ഒരു ചേഞ്ച്. പിന്നെ ഓപ്പോസിറ്റ് ചേഞ്ച് ബി ബ്രോട്ട് എബോ ഇല്ലേ? ആ ചേഞ്ചുകൾ പരസ്പരം തമ്മിൽ ഓപ്പോസിറ്റ് വിപരീതമാക്കാൻ പറ്റുമോ നോക്കുക. ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ് ഇല്ലേ? ഒരു പുതിയ പദാർത്ഥം, ആ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുതിയ പദാർത്ഥം രൂപം കൊള്ളുന്നോ ഇല്ലയോ നമ്മൾ നോക്കുക. ഹീറ്റ് ഗിവൺ ഔട്ട് ഓഫ് ടേക്കൺ ഇൻ ഇല്ലേ? ഏതെങ്കിലും ഒരു ചേഞ്ച്, ഒരു മാറ്റം താപം പുറത്തേക്ക് എടുക്കുന്നതാണോ, താപം എന്താണ് അകത്തേക്ക് എടുക്കുന്നതാണോ, പുറത്തേക്ക് വിടുന്നതാണോ, അകത്തേക്ക് എടുക്കുന്നതാണോ എന്ന് നോക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തത്. ഇനി നമ്മൾ എന്താ നോക്കുന്നത് നോക്കേ? ഹൗ ടു ക്ലാസിഫൈ ചേഞ്ചസ്. നമുക്ക് ചേഞ്ചസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? നോക്കിക്കേ, യു ഹാവ് സീൻ how changes are studied. According to your observations, you can classify changes as follows. ഇല്ലേ, നമ്മൾ എന്താണ് ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇല്ലേ? എങ്ങനെ മാറ്റങ്ങൾ പലതരത്തിലുണ്ടെന്ന് പറഞ്ഞു. നാച്ചുറൽ ആയിട്ടുണ്ട്, മാൻമെയ്ഡ് ആയിട്ടുണ്ട് അല്ലേ? അങ്ങനെ പല മാറ്റങ്ങൾ സംഭവിക്കുന്നു. ചില ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ആ മെറ്റീരിയലിന്റെ കളർ, സൈസ്, ഷേപ്പ് ഒക്കെ ചേഞ്ച് ആവുന്നു. അതുപോലെ ചിലപ്പോൾ വേഗത്തിൽ നടക്കുന്ന ചേഞ്ച് ഉണ്ട് അല്ലേ? സ്ലോയിൽ നടക്കുന്ന ചേഞ്ച് ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്തു. അപ്പൊ നമ്മളുടെ ഒരു എന്താണ് ഒബ്സർവേഷൻ അനുസരിച്ച് നമ്മൾ ചേഞ്ചസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് പോയിന്റ് നോക്കേ, those in which the shape, size and color of the material change and those in which they do not. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ചില മാറ്റം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു മെറ്റീരിയലിന്റെ അതിന്റെ കളർ, സൈസ്, ഷേപ്പ് ഇതൊക്കെ മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്, ചില മാറ്റം സംഭവിക്കുമ്പോൾ ഇങ്ങനെ ഒന്നും ആ ഒരു മെറ്റീരിയലിന് ഉണ്ടാവത്തില്ല. അതിന്റെ കളറോ അതിന്റെ സൈസോ അതിന്റെ ഷേപ്പോ ഒന്നും മാറില്ല. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ ചെയ്തില്ലേ എന്തിനെ? ചേഞ്ചിനെ. എന്താണ്, ഒരു മെറ്റീരിയൽ എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ those in which the shape, size and color of the material change and എന്താണ് they do not change. അങ്ങനെ മാറ്റം സംഭവിക്കുന്നവയും മാറ്റം സംഭവിക്കാത്തവയും. അത് നോക്കിക്കേ, സ്ലോ ആൻഡ് ഫാസ്റ്റ് ചേഞ്ചസ് ഇല്ലേ? ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ സ്ലോയിൽ സംഭവിക്കുന്ന ചേഞ്ചും ഉണ്ട്, ഫാസ്റ്റിൽ സംഭവിക്കുന്ന ചേഞ്ചും ഉണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ചേഞ്ചസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. തേർഡ് പോയിന്റ് നോക്കിയ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ ചേഞ്ചസ്. നമ്മൾ പഠിച്ചു റിവേഴ്സിബിൾ ചേഞ്ചും ഇറിവേഴ്സിബിൾ ചേഞ്ചും. റിവേഴ്സിബിൾ ചേഞ്ചിൽ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ ആ ഒരു ഐസിനെ അല്ലേ, വാട്ടറിനെ കൂൾ ചെയ്ത് നമ്മൾ ഐസ് ആക്കുന്നു. ഐസിനെ വീണ്ടും ഹീറ്റ് ചെയ്ത് അതിന് താപം ചൂടാക്കി വീണ്ടും വാട്ടറാക്കി മാറുന്നു. അതെന്തായിരുന്നു? റിവേഴ്സിബിൾ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആണ്. ഇറിവേഴ്സിബിൾ ചേഞ്ച് പഠിച്ചപ്പോൾ നമ്മൾ എന്തുവാ പറഞ്ഞത്? അങ്ങനെ നമുക്ക് അതിനെ വിപരീത മാറ്റം വരുത്താൻ പറ്റില്ല. എന്താണ്, ഒരു പേപ്പറിനെ നമ്മൾ കത്തിക്കുമ്പോൾ അതിന് ചാരം കിട്ടുന്നു. ആ ചാരത്തെ വീണ്ടും നമുക്ക് പേപ്പർ ആക്കാൻ പറ്റില്ല. അപ്പൊ അതെന്താ? ഇറിവേഴ്സിബിൾ ചേഞ്ച്. അപ്പൊ നമ്മൾ വീണ്ടും ചേഞ്ചിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, റിവേഴ്സിബിൾ ചേഞ്ചും ഇറിവേഴ്സിബിൾ ചേഞ്ചും. നാലാമത്തെ പോയിന്റ് നോക്കേ, those in which new substances are formed and those in which they are not. നമ്മൾ അതും കഴിഞ്ഞ സ്റ്റഡി ചെയ്തതാണ്. ഏതെങ്കിലും ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നു. ചിലതിന് ചില മാറ്റം സംഭവിക്കുമ്പോൾ അങ്ങനെ പുതിയ പദാർത്ഥങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? നമ്മുടെ ആ ഒരു ഇത് പറഞ്ഞില്ലേ, മറ്റേ നമ്മൾ വെള്ളം ഇത് തന്നെ കൂളാക്കുമ്പോൾ ഫ്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ഐസ് ക്യൂബ് കിട്ടുന്ന ആ ഐസ് ക്യൂബിനെ ചൂടാക്കുമ്പോൾ വീണ്ടും വാട്ടർ കിട്ടും. അപ്പൊ അതെന്താണ്? ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്തില്ല.
അവിടുത്തെ സ്റ്റേറ്റിലെ മെറ്റീരിയൽസിന്റെ സ്റ്റേറ്റ് മാത്രമൊന്ന് മാറിയതേ ഉള്ളൂ, അവസ്ഥ മാറിയതേ ഉള്ളൂ, അല്ലാതെ പുതിയ പദാർത്ഥം ഒന്നും തന്നെ അവിടെ ഫോം ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, നമ്മുടെ ആ ഒരു പാലില് അല്ലെ കുറച്ച് നാരങ്ങ നീര് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കുമ്പോൾ പുതിയൊരു പദാർത്ഥം അവിടെ രൂപം കൊള്ളുന്നു. കോട്ടേജ് ചീസ് എന്ന് പറയുന്ന പുതിയ പദാർത്ഥം രൂപം കൊള്ളുന്നു. അപ്പൊ അതെന്താണ്, നമ്മളെ എന്താണ് ഒരു ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്ന ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ചേഞ്ചസിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ? ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്ന മാറ്റങ്ങളെന്നും പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യാത്ത മാറ്റങ്ങളെന്നും. ഫിഫ്ത് പോയിന്റ് നോക്കിക്കേ, എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് ചേഞ്ചസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതും സ്റ്റഡി ചെയ്തതായിരുന്നു. എന്തായിരുന്നു എക്സോതെർമിക് ചേഞ്ചസും എൻഡോതെർമിക് ചേഞ്ചസും? നിങ്ങൾ ടീച്ചറിന് പറഞ്ഞു തന്നെ. എന്തായിരുന്നു എക്സോതെർമിക് ചേഞ്ചസ്? എന്തായിരുന്നു? നമ്മൾ പറഞ്ഞില്ലേ, ഒരു മാറ്റം നടക്കുമ്പോൾ, ഒരു ചേഞ്ചസ് ഉണ്ടാവുമ്പോൾ താപം എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒന്നുകിൽ പുറത്തേക്ക് വിടാം, അല്ലെങ്കിൽ അകത്തേക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്താണ് എക്സോതെർമിക് ചേഞ്ചും എൻഡോതെർമിക് ചേഞ്ചും. അത് എക്സോതെർമിക് ചേഞ്ച് എന്തായിരുന്നു? എ ചേഞ്ച് ഡ്യൂറിംഗ് വിച്ച് ഹീറ്റ് ഈസ് ഗിവൺ ഔട്ട്. ഇല്ലേ, ഒരു എന്താണ്, ഒരു ചേഞ്ചസ് സംഭവിക്കുമ്പോൾ താപം പുറത്തേക്ക് വിടുന്ന ആ മാറ്റത്തെയാണ് നമ്മൾ എക്സോതെർമിക് ചേഞ്ച് എന്ന് വിളിച്ചത്. എ ചേഞ്ച് ഡ്യൂറിംഗ് വിച്ച് ഹീറ്റ് ഈസ് ടേക്കൺ ഇൻ. ഇല്ലേ, ഒരു മാറ്റം, ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ താപം ഉള്ളിലേക്ക് എടുക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എൻഡോതെർമിക് ചേഞ്ചസ് എന്നും വിളിച്ചത്. അപ്പൊ നമ്മൾ വീണ്ടും ചേഞ്ചസിനെ ക്ലാസിഫൈ ചെയ്യുന്നു എക്സോതെർമിക് ചേഞ്ചസ് എന്നും എൻഡോതെർമിക് ചേഞ്ചസ് എന്നും. ക്ലിയർ ആയോ? അടുത്ത 6th പോയിന്റ് നോക്കിക്കേ, ഡിസൈറബിൾ ആൻഡ് അൺഡിസൈറബിൾ ചേഞ്ചസ്. ഫോർ എക്സാമ്പിൾ, ദ കുക്കിംഗ് ഓഫ് ഫുഡ് ഈസ് ഡിസൈറബിൾ ചേഞ്ച് ആൻഡ് ദ സ്പോയിലിംഗ് ഓഫ് ഫുഡ് ഈസ് ആൻ അൺഡിസൈറബിൾ ചേഞ്ച്. അപ്പൊ നമ്മൾ വീണ്ടും ചേഞ്ചസിനെ ക്ലാസിഫൈ ചെയ്യുന്നു ഡിസൈറബിൾ ചേഞ്ച് ആൻഡ് അൺഡിസൈറബിൾ ചേഞ്ച്. ഡിസൈറബിൾ ചേഞ്ച് എന്താ? ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ലേ, കുക്ക് ചെയ്യുന്ന, അതിനാണ് നമ്മൾ ഡിസൈറബിൾ ചേഞ്ച് എന്ന് പറയുന്നത്. ഫുഡ് നമ്മൾ സ്പോയിൽ ചെയ്യുന്നതിനെ എന്ത് പറയുന്നു? അൺഡിസൈറബിൾ ചേഞ്ച് എന്നും പറയുന്നു. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചേഞ്ചസ് നമുക്ക് ഇത്രയും രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെയായിരുന്നു? അതിന്റെ ഒരു ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഒരു മെറ്റീരിയലിന്റെ സൈസ്, ഷേപ്പ്, കളർ മാറുന്ന മാറ്റങ്ങളെന്നും ഇവയൊന്നും തന്നെ മാറാത്ത മാറ്റങ്ങൾ, ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ എന്താണ്? സ്ലോ ചേഞ്ചസ്, ഫാസ്റ്റ് ചേഞ്ചസ്, ഈ ഒരു കാറ്റഗറീസ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പിന്നെ എന്താണ്? റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ ചേഞ്ച്, എക്സോതെർമിക്, എൻഡോതെർമിക് ചേഞ്ച്, ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്ന മാറ്റങ്ങൾ, അങ്ങനെ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യാത്ത മാറ്റങ്ങൾ, ഡിസൈറബിൾ ആൻഡ് അൺഡിസൈറബിൾ ചേഞ്ച്. നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചേഞ്ചസിനെ ക്ലാസിഫൈ ചെയ്യും, അല്ലേ? ശരിയല്ലേ? നമ്മൾ ഈ ഒരു രീതിയല്ലേ പഠിച്ചത്? നോക്കിയേ, but scientists find it more convenient to classify changes into physical and chemical changes. എന്താണ് നമ്മൾ ഈ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്തെങ്കിൽ സയന്റിസ്റ്റ് എന്താണ് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ ചേഞ്ചസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണ്? ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ഏതൊക്കെയാണ്? ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് കൂടുതൽ കൺവീനിയന്റിന് വേണ്ടിയിട്ട് സയന്റിസ്റ്റ് ചേഞ്ചസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, ഫിസിക്കൽ ചേഞ്ചസും കെമിക്കൽ ചേഞ്ചസും. പിന്നെ നമുക്ക് ഇത് എന്താണെന്ന് വിശദമായിട്ട് നോക്കിയാൽ എന്താണ് ഫിസിക്കൽ ചേഞ്ചസും എന്താണ് കെമിക്കൽ ചേഞ്ചസും. നമുക്ക് ആദ്യം ഫിസിക്കൽ ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നോക്കിക്കേ. എ ചേഞ്ച് ഇൻ വിച്ച് നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് and which can be reversed by reversing the conditions is called a physical change. എന്താ physical change? A change in which no new substances are formed. എന്താണ്? ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അവിടെ ഒരു പുതിയ പദാർത്ഥവും ഫോം ചെയ്യുന്നില്ല, അല്ലേ? ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അവിടെ ഒരു പുതിയ പദാർത്ഥങ്ങളും ഫോം ചെയ്യുന്നില്ല, രൂപം കൊള്ളുന്നില്ല. and which can be reversed by reversing the condition. എന്താണ്? ആ ഒരു കണ്ടീഷൻ മാറ്റിക്കൊണ്ട്, ആ ഒരു മാറ്റം ചേഞ്ചസിൽ നടക്കുന്ന കണ്ടീഷനെ നമുക്ക് റിവേഴ്സബിൾ, വിപരീതമാക്കിക്കൊണ്ട് ആ ഒരു മാറ്റത്തെ നമുക്ക് റിവേഴ്സ് ആക്കാൻ പറ്റുന്നു. എന്തോ ടീച്ചർ പറഞ്ഞത്? ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അവിടെ ഒരു പുതിയ പദാർത്ഥങ്ങളും രൂപം കൊള്ളുന്നില്ല, അതുപോലെ തന്നെ നമുക്ക് കണ്ടീഷൻ റിവേഴ്സബിൾ ആക്കിക്കൊണ്ട് ആ ഒരു ചേഞ്ചസിനെ നമുക്ക് റിവേഴ്സ് ആക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് വിളിക്കുന്നത്. എന്താ ഫിസിക്കൽ ചേഞ്ചസ്? എ ചേഞ്ച് ഇൻ വിച്ച് നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ്. ഒരു പുതിയ പദാർത്ഥം ഒന്നും തന്നെ രൂപം കൊള്ളുന്നില്ല. and which can be reversed by reversing the conditions. അല്ലേ? കണ്ടീഷൻസ് റിവേഴ്സ് ആക്കിക്കൊണ്ട് ആ ഒരു മാറ്റത്തെ നമുക്ക് റിവേഴ്സ് ആക്കാം.
ഈസ് കാൾഡ് എ ഫിസിക്കൽ ചേഞ്ച്. ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞു തരാം. എ ചേഞ്ച് ഇൻ വിച്ച് നോ ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് and which can be reversed by reversing the conditions is called physical change. Physical change മനസ്സിലായ എന്താ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയി. ഒരു പുതിയ പദാർത്ഥങ്ങളും രൂപം കൊള്ളുന്നില്ല, ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ചേഞ്ചിനെ നമുക്ക് റിവേഴ്സ് ആക്കാം. നമ്മൾ എക്സാമ്പിൾ പഠിച്ചതാ അല്ലേ? ഒരു പുതിയ പദാർത്ഥങ്ങളും ഫോം ചെയ്യുന്നില്ല, കണ്ടീഷൻ റിവേഴ്സ് ആക്കിക്കൊണ്ട് ആ ഒരു ചേഞ്ചിനെ റിവേഴ്സ് ആക്കാം. ഇത് നമ്മൾ എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തതാണ്. ആർക്കെങ്കിലും പറയാമോ എന്തുവായിരുന്നു അത്? ആ ഒരു എക്സാമ്പിള് രണ്ട് കണ്ടീഷൻ മാറ്റിക്കൊണ്ട് നമ്മൾ ആ പ്രവർത്തനത്തെ വീണ്ടും വിപരീതമാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു. എന്തായിരുന്നു അത്? നമ്മുടെ ഐസ് അല്ലേ ഹീറ്റ് ചെയ്യുമ്പം അത് വാട്ടർ ആവുന്നു. ആ വാട്ടറിനെ വീണ്ടും ഫ്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂൾ ചെയ്യുമ്പം അത് എന്താണ്? ഐസായിട്ട് മാറുന്നില്ലേ? അവിടെ എന്താണ്? ഒരു പുതിയ പദാർത്ഥവും ഫോം ചെയ്യുന്നില്ല. അവിടെ ആ ഉണ്ടായിരുന്ന മെറ്റീരിയൽസിന്റെ അല്ലേ സ്റ്റേറ്റ് മാറി, അവസ്ഥകൾ മാറി. ഐസ് എന്ന് പറയുന്നത് വാട്ടറായി അല്ലെ, സോളിഡ് ലിക്വിഡായി, ലിക്വിഡ് സോളിഡ്, ആ ഒരു സ്റ്റേറ്റ് മാറിയതല്ലാതെ അവിടെ പുതിയൊരു പദാർത്ഥവും ഉണ്ടായതുമില്ല. അതുപോലെ തന്നെ അവിടെ ഹീറ്റ് കൂൾ അല്ലെങ്കിൽ ഹീറ്റ് ഫ്രീസിങ് എന്ന് പറയുന്ന ആ രണ്ട് കണ്ടീഷൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആ ഒരു ചേഞ്ചിനെ നമ്മൾ റിവേഴ്സ് ആക്കിയായിരുന്നു അല്ലേ? ചൂടാക്കുന്നിടത്ത് തണുപ്പിച്ചു, തണുപ്പിക്കുന്നിടത്ത് ചൂടാക്കി, അങ്ങനെ ആ ഒരു കണ്ടീഷൻസ് ചേഞ്ച് ചെയ്ത് നമുക്ക് ആ ഒരു ചേഞ്ചിനെ റിവേഴ്സ് ആക്കാൻ സാധിച്ചു. അപ്പൊ അത് നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞൂടെ? ഓക്കെ, മനസ്സിലായപ്പോ ആ ഒരു ചേഞ്ച് എന്താണ്? ആ ഒരു ചേഞ്ച് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഐസ് ഹീറ്റ് ചെയ്ത് ചൂട് കൊടുത്ത് വാട്ടർ ആക്കുന്നു, വാട്ടറിനെ തണുപ്പിച്ച് വീണ്ടും ഐസ് ആക്കുന്നത് എന്തിനു നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം? ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആയിട്ടാണ് നമുക്ക് പറയാം. നോക്കിക്കേ, from the very definition of a physical change you can easily guess that all changes in the state of matter are physical changes. ഇല്ല എന്താണ്? എന്ത് അല്ലേ നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ, ഒരു മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുന്നു. ഇപ്പൊ സോളിഡ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് സോളിഡ് ആവുന്നു, അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാം? ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് നമുക്ക് പറയാം. കാരണം അവിടെ പുതിയ പദാർത്ഥങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല, അവിടെ മാറ്ററുടെ സ്റ്റേറ്റിന് മാത്രമേ, അവസ്ഥയ്ക്ക് മാത്രമേ അവിടെ വ്യത്യാസം കാണുന്നുള്ളൂ. Some common examples of physical changes are mentioned below. ഇനി താഴെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, ഫിസിക്കൽ ചേഞ്ചിനുള്ള എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഓർത്ത് എഴുതാൻ പറ്റുന്ന എക്സാമ്പിൾ എന്താ വെച്ചാൽ ഐസ് ചൂടാവുമ്പോൾ വാട്ടർ ആവുന്നു, വാട്ടറിനെ ഫ്രീസ് ചെയ്ത് ഐസ് ആകുന്നു. അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നോക്കിക്കേ, ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ അല്ലേ? ഒരു മാറ്ററിന്റെ എന്താണ്? ഒരു ദ്രവ്യത്തിന്റെ അവസ്ഥയിൽ മാറ്റം വരുന്നു. സോളിഡ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് സോളിഡ് ആവുന്നു, അങ്ങനെ നമുക്ക് പറയാം. നോക്കിക്കേ, ദ മെൽറ്റിംഗ് ഓഫ് എ സോളിഡ് അല്ലേ? ഒരു സോളിഡിന്റെ ഉരുകുന്നു, അതൊക്കെ എന്താണ്? ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ദ ഫ്രീസിംഗ് ഓഫ് എ ലിക്വിഡ്, ഒരു ലിക്വിഡിനെ നമ്മൾ ഫ്രീസ് ചെയ്യുന്നില്ലേ, ഉരുകുന്നു. ദ വേപ്പറൈസേഷൻ ഓഫ് എ ലിക്വിഡ്, ഒരു ദ്രാവകത്തിന്റെ വേപ്പറൈസേഷൻ, ദ്രാവീകരണം അല്ലേ? അടുത്ത പോയിന്റ് നോക്കിക്കേ, ദ കണ്ടൻസേഷൻ ഓഫ് വേപ്പേഴ്സ് ഓർ ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ് ഇല്ലേ? എന്താണ്? ബാഷ്പങ്ങൾ ഘനീഭവിക്കുന്നു അല്ലെങ്കിൽ വാതകങ്ങളുടെ ദ്രവീകരണം. അടുത്ത പോയിന്റ് നോക്കിയേ, സബ്ലിമേഷൻ. അടുത്ത പോയിന്റ് നോക്കിക്കേ, രണ്ടാമത്തെ സെക്കൻഡ് എക്സാമ്പിൾ ആണ് ദ ഗ്ലോയിങ് ഓഫ് എ ബൾബ് ഓർ ഹീറ്റർ ഇല്ലേ? ഒരു ഹീറ്ററിന്റെ അല്ലെങ്കിൽ ഒരു ബൾബിന്റെ ആ ഒരു തിളക്കം. ദ ഡിസോൾവിംഗ് ഓഫ് വൺ സബ്സ്റ്റൻസസ് ഇൻ അനദർ ഇല്ലേ? ഒരു പദാർത്ഥത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തെ നമ്മൾ മറ്റൊന്നിലോട്ട് ലയിപ്പിക്കുന്നു. ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് എ മെറ്റീരിയൽ, ഒരു മെറ്റീരിയലിന്റെ വികാസവും സംഭവം ഇല്ലേ? എക്സ്പാൻഷനും കോൺട്രാക്ഷനും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് നമുക്ക് ഫിസിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. എന്തായിരുന്നു ഫിസിക്കൽ ചേഞ്ച്? എന്തായിരുന്നു ടീച്ചർ ഒന്ന് പറഞ്ഞു തന്നെ. എന്തായിരുന്നു ഫിസിക്കൽ ചേഞ്ച്? A change in which no new substances are formed and which can be reversed by reversing the conditions is called a physical change. ഇല്ലേ? എന്താണ്? നമുക്ക് ഒരു പുതിയ പദാർത്ഥം, ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അവിടെ പുതിയൊരു പദാർത്ഥങ്ങളൊന്നും തന്നെ രൂപം കൊള്ളുന്നുമില്ല, കണ്ടീഷൻസ് നമുക്ക് റിവേഴ്സ് ആക്കിക്കൊണ്ട് ആ ഒരു മാറ്റത്തെ നമുക്ക് റിവേഴ്സ് ആക്കാം. അത്തരം മാറ്റങ്ങളെ ചേഞ്ചസിനെയാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ വെക്കാനാണ് പറഞ്ഞത് ചേഞ്ചസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇല്ലേ? ഒരു മാറ്ററിന്റെ അവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്. അതുപോലെ തന്നെ ദ ഗ്ലോയിങ് ഓഫ് എ ബൾബ് ഓർ ഹീറ്റർ, ഒരു ഹീറ്ററിന്റെ അല്ലെങ്കിൽ ഒരു ബൾബിന്റെ ആ ഒരു തിളക്കം, ഗ്ലോയിങ്. ദ ഡിസോൾവിംഗ് ഓഫ് വൺ സബ്സ്റ്റൻസസ് ഇൻ അനദർ ഇല്ലേ? ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു പദാർത്ഥവുമായിട്ട് ലയിപ്പിക്കുന്നു. പിന്നെ നമുക്ക് എന്ത് പറയാം? എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് എ മെറ്റീരിയൽ, ഒരു മെറ്റീരിയലിന്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായോ? ഫിസിക്കൽ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ പറയൂ.
ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചേഞ്ചിലോട്ട് പോവാം. നമ്മൾ ചേഞ്ചസിനെ രണ്ടാമത്തെ ക്ലാസിഫൈ ചെയ്യുന്നു, ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും. അപ്പൊ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കേ, കെമിക്കൽ ചേഞ്ചസ്. ഇനി നമുക്ക് എന്താണ് കെമിക്കൽ ചേഞ്ചസ് എന്ന് സ്റ്റഡി ചെയ്യാം. നോക്കിക്കേ, a change in which new substances are formed and which cannot be reversed by reversing the conditions is called a chemical change. നമ്മൾ പറഞ്ഞു, ഒരു മാറ്റം, ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ പുതിയൊരു പദാർത്ഥം രൂപം കൊള്ളുന്നു. അതുപോലെ തന്നെ which cannot be reversed by reversing the condition. നമുക്ക് കണ്ടീഷൻസ് റിവേഴ്സ് ആക്കിക്കൊണ്ട് ആ ഒരു ചേഞ്ചിനെ നമുക്ക് റിവേഴ്സ് ആക്കാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള മാറ്റങ്ങളെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ചസ് എന്ന് വിളിക്കുന്നത്. എന്താ കെമിക്കൽ ചേഞ്ചസ് ടീച്ചർ പറഞ്ഞത്? ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ഒരു പുതിയ പദാർത്ഥം രൂപം കൊള്ളുകയും ചെയ്യുന്നു. പിന്നെന്താണ്, നമുക്ക് അവിടുത്തെ കണ്ടീഷൻസ് മാറ്റിക്കൊണ്ട് റിവേഴ്സ് ആക്കിക്കൊണ്ട് ആ ഒരു ചേഞ്ചസിനെ നമുക്ക് റിവേഴ്സ് ആക്കാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ കെമിക്കൽ ചേഞ്ചസ് എന്ന് വിളിക്കുന്നത്. ഫിസിക്കൽ ചേഞ്ച് എന്തായിരുന്നു? പുതിയൊരു പദാർത്ഥം രൂപം കൊള്ളുന്നില്ല, നമുക്ക് കണ്ടീഷൻ റിവേഴ്സ് ആക്കിക്കൊണ്ട് ആ ഒരു ചേഞ്ചിനെ റിവേഴ്സ് ആക്കാൻ പറ്റും. എന്താണ് കെമിക്കൽ ചേഞ്ച്? പുതിയ പദാർത്ഥം രൂപം കൊള്ളുന്നു, പക്ഷെ കണ്ടീഷൻസ് റിവേഴ്സ് ആക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു ചേഞ്ചിനെ റിവേഴ്സ് ആക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ജസ്റ്റ് എക്സാമ്പിൾ നോക്കിയാൽ എന്തായാലും നമ്മൾ പേപ്പർ ബേൺ ചെയ്യുന്ന ആദ്യം പറഞ്ഞു അല്ലേ? പേപ്പർ ബേൺ ചെയ്യുമ്പോൾ ആശും വരുന്നു, ഗ്യാസും വരുന്നു അല്ലേ? ചാരം ഉണ്ടാവുന്നുണ്ട്, വാതകം ഉണ്ടാവുന്നുണ്ട്, ഒരു പേപ്പറിനെ കത്തിക്കുന്നു. അപ്പൊ എന്താണ് പേപ്പർ ബേൺ ചെയ്യുക എന്ന് പറയുന്നത്? അവർ മാറ്റം സംഭവിച്ചപ്പോൾ അവിടെ പുതിയ പദാർത്ഥം ഫോം ചെയ്തു. ഏതാണ്? ആശസ് കൊണ്ട് ഗ്യാസ് കൊണ്ട് അല്ലേ? ചാരവും ഗ്യാസും വന്നു അവിടെ. അപ്പൊ എന്താ, പുതിയ രണ്ട് പദാർത്ഥങ്ങൾ അവിടെ ഫോം ചെയ്തു. പക്ഷെ എന്താണ്, ആ ഒരു കത്തിക്കുക എന്ന പ്രവർത്തനം നമുക്ക് തിരിച്ച് വിപരീതമാക്കാൻ പറ്റുമോ? ഇല്ല. ആ പേപ്പർ കത്തിച്ച് ചാരമായതിനെ വീണ്ടും നമുക്ക് പേപ്പർ ആക്കാൻ പറ്റുന്നുണ്ടോ? കണ്ടീഷൻസ് ചേഞ്ച് ചെയ്ത് നമുക്ക് ആ ഒരു പ്രവർത്തനത്തെ റിവേഴ്സ് ആക്കാൻ പറ്റുന്നുണ്ടോ? പറ്റത്തില്ല. പേപ്പറിനെ കത്തിച്ച പേപ്പറിനെ നമുക്ക് വീണ്ടും പേപ്പർ ആക്കാൻ പറ്റുമോ? ആ ചാരത്തെ? ഇല്ല. അപ്പൊ എന്താണ്, കണ്ടീഷൻസ് റിവേഴ്സ് ആക്കിക്കൊണ്ട് നമുക്ക് ആ ചേഞ്ചസ് റിവേഴ്സ് ആക്കാൻ പറ്റില്ല. ബട്ട് അവിടെ ഒരു പുതിയ പദാർത്ഥം ഫോം ചെയ്തു. മനസ്സിലായോ എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന്? എന്തായിരുന്നു? A change in which new substances are formed and which cannot be reversed by reversing the conditions is called a chemical change. മനസ്സിലായോ നമുക്ക് എന്താണ് കെമിക്കൽ ചേഞ്ചസ് എന്ന്? നോക്കിക്കേ, a chemical change is also called a chemical reaction. അപ്പോൾ നമുക്ക് ഈ കെമിക്കൽ ചേഞ്ചസിനെ എന്ത് പറയാം? കെമിക്കൽ റിയാക്ഷൻ എന്നും വിളിക്കാം. In a chemical reaction, one or more than one substances give rise to new substances. എന്താണ്? ഇപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൽ എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒന്നോ അതിലധികമോ പദാർത്ഥങ്ങളെ പുതിയ പദാർത്ഥങ്ങൾക്ക് കാരണമാകുന്നു. എന്താണ്? ഒരു രാസപ്രവർത്തനത്തിൽ ഒന്നോ അതിലധികമോ പദാർത്ഥങ്ങൾ എന്താവുന്നു? ഒരു പുതിയ പദാർത്ഥങ്ങൾക്ക് കാരണമാകുന്നു. നമ്മൾ പറഞ്ഞത് തന്നെ, കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ, രാസപ്രവർത്തനം നടക്കുമ്പോൾ എന്താണ്? ഒന്നോ അതിലധികമോ പദാർത്ഥങ്ങൾ ഒരു പുതിയ പദാർത്ഥങ്ങൾക്ക് രൂപം കൊടുക്കുന്നു. പേപ്പർ ബേൺ ചെയ്യുന്ന കാര്യം നോക്കിയാൽ മതി. പേപ്പർ കത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. അതുവഴി നമുക്ക് ചാരവും ഒരു പുകയും ഉണ്ടാവുന്നു. എന്താണ്? അപ്പം ഒന്നോ അതിലധികമോ പദാർത്ഥങ്ങൾ ചേർന്ന് ഒരു പുതിയ പദാർത്ഥത്തിന് രൂപം കൊടുക്കുന്നു. എവിടെയാണ്? കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ചസ്. നോക്കിക്കേ, ഈ 2 or more substances take part in a chemical reaction അല്ലേ? Chemical reaction we say that they react with each other. Chemical reaction എന്താണ്? ഓരോ പദാർത്ഥങ്ങളും പരസ്പരം അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് പദാർത്ഥങ്ങളാണെങ്കിൽ അവ പരസ്പരം റിയാക്ട് ചെയ്യുന്നുണ്ട്. The starting substances in a chemical reaction are called reactants. എന്താ ടീച്ചർ പറഞ്ഞത്? reactants. നോക്കിക്കേ ആ വേർഡ് reactants. R-E-A-C-T-A-N-T-S. reactants. എന്താ reactants എന്ന് നോക്കിക്കേ. The starting substances in a chemical reaction are called reactants. അല്ലേ? reactants എന്ന് വെച്ചാൽ ആ ഒരു രാസപ്രവർത്തനത്തിന് വിധേയമാകുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ആ ഒരു രാസപ്രവർത്തനത്തിൽ അല്ലേ? എന്താണ്? The starting substances in a chemical reaction. ആ ഒരു കെമിക്കൽ റിയാക്ഷന് സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങാൻ വിധേയമാകുന്ന ആ ഒരു പ്രോഡക്റ്റ് എന്താണ്? ആ ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ റിയാക്ടൻസ് എന്ന് വിളിക്കുന്നത്. എന്താണ് റിയാക്ടൻസ്? The starting substances in a chemical reaction are called reactants. എന്താണ്? ആ ഒരു രാസപ്രവർത്തനത്തിന് വിധേയമാകാൻ പോകുന്ന അല്ലെ വിധേയമാകാൻ തുടങ്ങുന്ന ആ ഒരു സബ്സ്റ്റൻസിനെ പദാർത്ഥങ്ങളാണ് റിയാക്ടൻസ് എന്ന് വിളിക്കുന്നത്.
പറയുന്നത്. And the substances which are formed are called products. എന്താണ് products? ഇനി എന്താ പ്രോഡക്ട്സ് എന്ന് നോക്കേ. ഇപ്പൊ നമുക്കൊരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അതിനകത്തുള്ള പദാർത്ഥങ്ങൾ കെമിക്കൽ റിയാക്ഷന് വിധേയമാകുന്നു. ആ വിധേയമാകുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ റിയാക്ടൻസ് എന്ന് വിളിക്കുന്നു. അപ്പൊ അത് ഇങ്ങനെ രാസപ്രവർത്തനം നടന്ന പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട് ഇല്ലേ, അതിനെയാണ് നമ്മൾ പ്രോഡക്ട്സ് എന്ന് വിളിക്കുന്നത്. ഒരു ഉൽപ്പന്നം, ആ ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ നമുക്ക് പുതിയൊരു ഉൽപ്പന്നം, ഒരു സബ്സ്റ്റൻസ് കിട്ടുന്നു, അതിനെ നമ്മൾ പ്രോഡക്റ്റ്, ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നു. എന്തോ ടീച്ചർ പറഞ്ഞത്, the starting substances in a chemical reaction are called reactants. ഇല്ലേ, ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനം തുടങ്ങാൻ വിധേയമാകുന്ന ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ റിയാക്ടൻസ് എന്ന് വിളിക്കുന്നു. അങ്ങനെ രാസപ്രവർത്തനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു. ക്ലിയർ ആയോ മക്കൾക്ക്? അടുത്ത നോക്കിക്കേ. From the very definition of a chemical change, you will come to the conclusion that the following are chemical changes. You can think of many more such changes. അപ്പോൾ നമുക്ക് ഇനി എന്താണ് കെമിക്കൽ ചേഞ്ചസ്? നമ്മൾ നേരത്തെ ഫിസിക്കൽ ചേഞ്ചസ് പഠിച്ചപ്പോൾ കുറെ എക്സാമ്പിൾ പഠിച്ചു. അതുപോലെ നമുക്ക് കെമിക്കൽ ചേഞ്ചസിന് കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ. The burning of a material, coal, wood, paper, kerosene and ഇല്ലേ, നമ്മൾ പറഞ്ഞു ഈ ഒരു പെട്രോൾ ആയാലും കോൾ ആയാലും വുഡ് ആയാലും മെറ്റീരിയൽസ് ബേൺ ചെയ്യുമ്പോൾ എന്താണ്, അവിടെ പുതിയൊരു പദാർത്ഥം ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ ആ ഒരു നമുക്ക് തിരിച്ച് ആ ഒരു പ്രക്രിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ കത്തിച്ച പേപ്പറിനെ ഇല്ലേ ചാരമായി അതിനെ വീണ്ടും പേപ്പർ ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ് ദ ബേണിംഗ് ഓഫ് എ മെറ്റീരിയൽ അല്ലെ, മെറ്റീരിയൽസിനെ ബേൺ ചെയ്യിക്കുന്നു, കത്തിക്കുന്നു. അടുത്ത് നോക്കിക്കേ. റസ്റ്റിംഗ്. റസ്റ്റിംഗ് മീൻസ് തുരുമ്പിക്കൽ അല്ലെ. തുരുമ്പിക്കൽ എന്ന് പറഞ്ഞ പ്രക്രിയ എന്താണ്, ഒരു കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. ദ കുക്കിംഗ് ഓഫ് ഫുഡ്. ഫുഡ് കുക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മളൊരു പച്ചക്കറി വേവിക്കുന്നു. ആ വേവിച്ച പച്ചക്കറിയിൽ തിരിച്ചാ നമ്മൾ ആ ഒരു ഫ്രഷ് വെജിറ്റബിൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല, കാരണം അത് നമ്മൾ കുക്ക് ചെയ്ത് പോയി. അപ്പൊ എന്താണ് ദ കുക്കിംഗ് ഓഫ് ഫുഡ്, ദ സ്പോയിലിംഗ് ഓഫ് ഫുഡ്, ഡൈജസ്റ്റൻ ഇല്ലേ, എന്താണ് ദഹനം. അതുപോലെ തന്നെ കേർഡിംഗ് ഓഫ് മിൽക്ക് അല്ലെ, എന്താണ് പാല് നമ്മളെ ഒരു തൈരാക്കാൻ, കേർഡിംഗ് ഓഫ് മിൽക്ക്. ഫോട്ടോസിന്തസിസ്. എന്താണ് ഫോട്ടോസിന്തസിസ്? പ്ലാന്റ്സ് പ്രിപ്പയർ their food by a process called photosynthesis. ഇല്ലേ, നമ്മുടെ പ്ലാന്റ്സ് സസ്യങ്ങൾ അവരുടെ ആഹാരം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് വിളിക്കുന്നത്. In photosynthesis, carbon dioxide from air combines with water in the presence of sunlight and chlorophyll of green plants to form glucose. എന്താണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിൽ വായുവിൽ നിന്നുള്ള നമ്മൾ എന്ത് സ്വീകരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ഇല്ലേ സൂര്യപ്രകാശത്തിന്റെയും ആ ഒരു പച്ച സസ്യത്തിന്റെയും ഇല്ലേ ക്ലോറോഫിലിന്റെ ഒക്കെ സാന്നിധ്യത്തില് ജലവുമായിട്ട് ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് കൂടിച്ചേർന്നിട്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. ആ ഒരു പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ്. അപ്പൊ ഫോട്ടോസിന്തസിസും എന്തിന് എക്സാമ്പിൾ ആണ്, നമ്മുടെ ഈ ഒരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. അവിടെ കണ്ടോ കാർബൺ ഡൈ ഓക്സൈഡ് അവിടുത്തെ എന്താണ് നമ്മുടെ പച്ച സസ്യങ്ങളുടെയും ഹരിത സസ്യങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എന്താ ക്ലോറോഫിലിന്റെയും അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിന്റെ ഒക്കെ സാന്നിധ്യത്തില് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായി കൂടിച്ചേർന്ന് അവിടെ എന്ത് സംഭവിക്കുന്നു, ഗ്ലൂക്കോസ് എന്ന് പറയുന്ന പുതിയൊരു പ്രോഡക്റ്റ് ഫോം ചെയ്തു. അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് ഫോട്ടോസിന്തസിസ്, നമ്മുടെ കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ്. ദ ഗ്രോത്ത് ഓഫ് എ പ്ലാന്റ് ഓർ ആനിമൽ ഇല്ലേ, ആനിമൽസിന്റെയും പ്ലാന്റിന്റെയും ഒക്കെ ഗ്രോത്ത്, അതും എന്തിന് എക്സാമ്പിൾ ആണ്, കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. വളർന്ന ഒരു ആനിമലിനെയും പ്ലാന്റിനെയും തിരിച്ചാ പഴയ രൂപത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. ദ ഫ്ലേക്കിംഗ് ഓഫ് ലൈഫ്, ഇതൊക്കെ എന്താണ് നമ്മുടെ കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ കെമിക്കൽ ചേഞ്ചസ് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്താണ് കെമിക്കൽ ചേഞ്ചസ് എന്ന് സ്റ്റഡി ചെയ്തു. എന്തായിരുന്നു? A change in which new substances are formed and which cannot be reversed by reversing the condition is called a chemical change. പുതിയ പദാർത്ഥം രൂപം കൊള്ളുകയും കണ്ടീഷൻസ് റിവേഴ്സ് ആക്കി നമുക്ക് ആ ഒരു ചേഞ്ചസിനെ റിവേഴ്സ് ആക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ് നമ്മൾ കെമിക്കൽ ചേഞ്ചസ് എന്ന് വിളിച്ചത്. കെമിക്കൽ ചേഞ്ചസിനെ നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്നും വിളിക്കുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്തു, റിയാക്ടൻസും പ്രോഡക്ട്സും. റിയാക്ടൻസ് എന്താണ്? ദ സ്റ്റാർട്ടിംഗ് സബ്സ്റ്റൻസിന്റെ കെമിക്കൽ റിയാക്ഷൻ, കെമിക്കൽ റിയാക്ഷന് വിധേയമാകുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ റിയാക്ടൻസ് എന്ന് വിളിക്കുന്നു. അങ്ങനെ ആ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന ഒരു ന്യൂ സബ്സ്റ്റൻസിനെ നമ്മൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കുന്നു. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കെമിക്കൽ ചേഞ്ചസ്, നേരത്തെ പറഞ്ഞു ദ ബിഗിനിങ് ഓഫ് എ മെറ്റീരിയൽ, മെറ്റീരിയൽ ബേൺ ചെയ്യിക്കുന്നത്, റസ്ലിംഗ്
cooking of food, the spoiling of food, digestion, play. എന്താണ് the curdling of milk, photosynthesis, the growth of animal or plant, the flaking of light. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ പഠിച്ചു. അടുത്ത നോക്കിക്കേ, can physical and chemical change take place together? ഈ രണ്ട് ഫിസിക്കൽ ചേഞ്ചിനെയും കെമിക്കൽ ചേഞ്ചിനെയും നമുക്ക് എന്താണ്, ഈ രണ്ട് മാറ്റങ്ങളും ഒരുമിച്ച് സംഭവിക്കുമോ എന്നാണ് ചോദിച്ചിരുന്നത്. എന്താണ് can physical and chemical changes take place together? ഈ രണ്ട് മാറ്റങ്ങളും ഒരുമിച്ച് സംഭവിക്കുമോ നോക്കിക്കേ. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് can take place together. ഇല്ലേ, രണ്ട് മാറ്റങ്ങൾ എന്താണ് ഒരുമിച്ച് സംഭവിക്കുന്നുണ്ട്. A common example is the burning of candle. ഒരു മെഴുകുതിരി കത്തിക്കുന്നതാണ് ഈ രണ്ട് മാറ്റങ്ങളും ഒരുമിച്ച് സംഭവിക്കുമ്പോൾ എന്നുള്ള ചോദ്യത്തിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ എന്താ, ഒരു മെഴുകുതിരി കത്തിക്കുന്നത്. അങ്ങനെ മാറ്റങ്ങൾ രണ്ടും ഒരുമിച്ച് സംഭവിക്കും. ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ഒരുമിച്ച് സംഭവിക്കാറുണ്ട്. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്താണ്, ബേണിംഗ് ഓഫ് എ ക്യാൻഡിൽ, ഒരു മെഴുകുതിരി നമ്മൾ കത്തിക്കുന്നത്. Have you ever thought why a candle becomes shorter while burning? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ മെഴുകുതിരി കത്തിക്കുമ്പോൾ അതിന് എന്താണ് കത്തിക്കുമ്പോൾ അത് ചെറുതാകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? In fact, the following changes occur when a candle burns. ഒരു ക്യാൻഡിൽ ബേൺ ചെയ്യുമ്പോൾ, ഒരു മെഴുകുതിരി കത്തിക്കുമ്പോൾ താഴെ പറയുന്ന കുറെ മാറ്റങ്ങൾ സംഭവിക്കും. ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ മാറ്റം എന്താണ്, ഫസ്റ്റ് ചേഞ്ചസ് ആണ് the wax under the wick gets heated and melt. എന്താണ്, നമ്മൾ ആ ഒരു മെഴുകുതിരി ഇല്ലേ നമ്മൾ കത്തിക്കുമ്പോഴത്തേക്കും ആ മെഴുക് എന്ത് ചെയ്യുന്നു, ഉരുകാൻ തുടങ്ങുന്നു ഇല്ലേ, ഉരുകിയിട്ട് എന്ത് ചെയ്യുന്നു, അത് ഒഴുകുന്നു. The molten wax flow down and solidifies. അപ്പൊ എന്താണ്, ഈ ഒരു ഉരുകിയ മെഴുക് എന്ത് ചെയ്യുന്നു, അതങ്ങ് അടിഞ്ഞുകൂടി സോളിഡ് ആകും, ഒരു ഖരപദാർത്ഥമായിട്ട് മാറുന്നു. The changes in the state from solid to liquid and again from liquid to solid are physical changes. ഇപ്പൊ എന്താണ്, മെഴുകുതിരി ആദ്യം ഒരു സോളിഡ് സ്റ്റേറ്റിലായിരുന്നു, അത് കത്തിച്ചപ്പോൾ അത് ഉരുകി ലിക്വിഡായിട്ട് മാറി ഇല്ലേ, ലിക്വിഡായിട്ടല്ലേ ഒഴുകുന്നത്, ലിക്വിഡായിട്ട് മാറി. ആ ലിക്വിഡ് വീണ്ടും എന്താണ്, അതങ്ങ് കട്ടിയായിട്ട് ഒരു സോളിഡ് ആയിട്ടങ്ങ് മാറുന്നു. അങ്ങനെ ഇങ്ങനെ അവസ്ഥ, ഈ ഒരു ചേഞ്ചസ് സോളിഡിൽ നിന്ന് ലിക്വിഡായി, ആ ലിക്വിഡിൽ നിന്ന് വീണ്ടും സോളിഡായി. അപ്പൊ ഈ ഒരു ചേഞ്ചസിനെ നമുക്ക് എന്ത് വിളിക്കാം, ഫിസിക്കൽ ചേഞ്ചസ് എന്ന് വിളിക്കാം ഇല്ലേ. എന്താണ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് നമുക്ക് അതിനെ വിളിക്കാം. എന്താണ് നമ്മൾ പറഞ്ഞത്, മെഴുകുതിരി ഇങ്ങനെ നമ്മൾ കത്തിക്കുമ്പോൾ ആ മെഴുക് ഉരുകുകയും അതൊരു ലിക്വിഡായിട്ട് മാറുകയും പിന്നെ ആ ലിക്വിഡ് എന്ത് ചെയ്യുന്നു, കട്ടിയായിട്ട് സോളിഡായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ചേഞ്ചസിന്, ഈ ഒരു മാറ്റത്തെ ആദ്യം സോളിഡിൽ നിന്ന് ലിക്വിഡായി, ലിക്വിഡിൽ നിന്ന് വീണ്ടും സോളിഡായി. അപ്പൊ ഈ ഒരു ചേഞ്ചസ് നമുക്ക് എന്ത് വിളിക്കാം, ഫിസിക്കൽ ചേഞ്ചസ് എന്ന് വിളിക്കാം. അത് രണ്ടാമത്തെ ചേഞ്ച് എന്താന്ന് നോക്കിയേ, എ പാർട്ട് ഓഫ് ദ മോൾട്ടൺ വാക്സ് ബേൺ ടു ഫോം ന്യൂ സബ്സ്റ്റൻസസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ. ദിസ് ചേഞ്ച് ഈസ് ഇർറിവേഴ്സിബിൾ, സോ ദ ബേണിംഗ് ഓഫ് വാക്സ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. അപ്പൊ എന്താണ്, ഈ ഉരുകിയ മെഴുകിന്റെ ഒരു ഭാഗം ഇല്ലേ, ഒരു ഭാഗം എന്ത് ചെയ്യുന്നു, ഒരു പുതിയ പദാർത്ഥങ്ങളായി മാറുന്നു ഇല്ലേ. നമ്മൾ മെഴുകുതിരി കത്തിക്കുമ്പോൾ എന്താ, കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പവും ഉണ്ടാവുന്നുണ്ട്, ഒരു പുതിയ സബ്സ്റ്റൻസ് അവിടെ രൂപം കൊള്ളുന്നു. അപ്പൊ ഈ ഒരു മാറ്റത്തെ നമുക്ക് എന്ത് വിളിക്കാം, കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇർറിവേഴ്സിബിൾ ആണല്ലേ, ഇത് നമുക്ക് തിരിച്ച് വിപരീത മാറ്റമാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതെന്താ, ഒരു ഇർറിവേഴ്സിബിൾ ചേഞ്ച് കൂടിയാണ്. ഇപ്പൊ മെഴുകുതിരി ഈ കത്തിക്കുന്ന കാര്യം പറഞ്ഞാൽ അവിടെ നമുക്ക് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കും ഇല്ലേ. ഈ രണ്ട് മാറ്റങ്ങൾ അവിടെ ഒരുമിച്ച് സംഭവിക്കും. ആദ്യം നമ്മളൊരു മെഴുകുതിരി കത്തിക്കുമ്പോൾ അത് ഉരുകി ഇല്ലേ, ഒരു സോളിഡ് ആയിട്ടുള്ള മെഴുകുതിരി ഉരുകി ലിക്വിഡ് ആയിട്ട് മാറുന്നു. ആ ലിക്വിഡ് വീണ്ടും കട്ടിയായി സോളിഡായിട്ട് മാറുന്നു. അതെന്താണ്, ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഈ നമ്മൾ മെഴുകുതിരി കത്തിക്കുമ്പോൾ അത് ഉരുകുന്നു, ഒരു പുതിയ പദാർത്ഥം രൂപം കൊള്ളുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ജലബാഷ്പം രൂപം കൊള്ളുന്നു. അത് ഇർറിവേഴ്സിബിൾ ചേഞ്ച് ആണ്. അതിനെ നമുക്ക് എന്താന്ന് വിളിക്കാം, കെമിക്കൽ ചേഞ്ച് എന്ന് വിളിക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി അടുത്തതിലോട്ട് പോയാലോ നമുക്ക്, ഹൗ ടു മേക്ക് ചേഞ്ചസ് ടേക്ക് പ്ലേസ്. അപ്പൊ ഈ ചേഞ്ചസ് നമുക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരാം, നമ്മള് ചേഞ്ചസ് എന്താണെന്ന് പഠിച്ചു, ചേഞ്ചസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പഠിച്ചു ഇല്ലേ. ഈ രണ്ട് ചേഞ്ചസ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നമ്മൾ സ്റ്റഡി ചെയ്തു. ഇനി നമുക്ക് ഈ ചേഞ്ചസ് എങ്ങനെയൊക്കെ കൊണ്ടുവരാം അല്ലേ, മാറ്റങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം നോക്കിക്കേ. ബൈ നൗ യു ഹാവ് കം അക്രോസ് ഇനഫ് എക്സാമ്പിൾസ് ഓഫ് ചേഞ്ചസ് to know how some changes can be brought about ഇല്ലേ. നമ്മൾ കുറെ ചേഞ്ചസിന് എക്സാമ്പിൾ പഠിച്ചു, അതെല്ലാം എങ്ങനെയാ വരുന്നതെന്ന്, ആ മാറ്റങ്ങളൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ സ്റ്റഡി ചെയ്തു. Heating, cooling, applying pressure and mixing are some of the ways by which you can bring about a change. ഒരു മാറ്റം കൊണ്ടുവരാൻ അല്ലേ നമുക്ക് പല വഴികൾ സ്വീകരിക്കാം. ആ വഴികളാണ് ഹീറ്റിംഗ് അല്ലേ, ചൂടാക്കുന്നു, കൂളിംഗ് തണുപ്പിക്കുന്നു, അപ്ലൈയിങ് പ്രഷർ അല്ലേ മർദ്ദം പ്രയോഗിക്കുന്നു, ആൻഡ്
മിക്സിംഗ്. ഇതിലൂടെ എല്ലാം നമുക്ക് എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. എന്ത് ടീച്ചർ പറഞ്ഞത്? മാറ്റങ്ങൾ ചേഞ്ചസ് പല തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതെല്ലാം എന്താണ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഹീറ്റിങ്ങിലൂടെയും കൂളിങ്ങിലൂടെയും അപ്ലൈയിങ് പ്രഷർ മിക്സിംഗ് ഈ 4 വേയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും, ചേഞ്ചസ് വരുത്താൻ നമുക്ക് സാധിക്കും. അത് ആദ്യത്തെ നോക്കിക്കേ, ബൈ ഹീറ്റിംഗ് ഓർ കൂളിംഗ്. എന്താണ്? ചൂടാക്കലും തണുപ്പിക്കലും. അപ്പം നമ്മൾ ആദ്യമേ നമ്മൾ പഠിച്ച കാര്യമാണ് ഈ ചൂടാക്കലും തണുപ്പിക്കലും അല്ലേ? നമ്മൾ ഐസിനെ ചൂടാക്കുമ്പോൾ അത് ഉരുകി വാട്ടർ ആവുന്നു, ആ വാട്ടറിനെ തണുപ്പിക്കുമ്പോൾ അത് വീണ്ടും ഐസ് ആവും. അപ്പൊ അവിടെ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു ഹീറ്റിങ്ങിലൂടെയും കൂളിങ്ങിലൂടെയും. നോക്കിക്കേ, ബൈ ഹീറ്റിംഗ് ഓർ കൂളിംഗ്. ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ക്യാൻ കോസ് മെനി കൈൻഡ് ഓഫ് ചേഞ്ചസ്. Some important ones are discussed below. അപ്പൊ നമ്മൾ ഹീറ്റ് ചെയ്യുകയും കൂൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ആ ഇമ്പോർട്ടന്റ് ചേഞ്ചസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ നോക്കിക്കേ, ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മാറ്റർ അല്ലേ? നമുക്കതറിയാം. എന്താണ്? ചൂടാക്കോ തണുപ്പിക്കുകയോ ചെയ്യുമ്പോൾ ആ ഒരു മാറ്ററിന്റെ അവസ്ഥ സ്റ്റേറ്റ് അങ്ങ് ചേഞ്ച് ചെയ്യും. നോക്കിക്കേ, യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഹെൽപ്പ് us bring about a change in the state of matter. നമ്മൾ പഠിച്ചതാണല്ലേ, ചൂടാക്കുകയോ തണുപ്പിക്കുകയോ ചെയ്യുമ്പോൾ ഒരു മാറ്ററിന്റെ സ്റ്റേറ്റിൽ വ്യത്യാസം വരും. ഇപ്പൊ നമ്മൾ മെഴുകുതിരി പറഞ്ഞ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതിനെ ചൂടാക്കിയപ്പോൾ അല്ലേ അതിന്റെ അവസ്ഥയിൽ മാറ്റം വന്നു. സോളിഡ് ലിക്വിഡായി, ലിക്വിഡ് വീണ്ടും സോളിഡായി. അപ്പൊ അതിന്റെ ആ മാറ്ററിന്റെ സ്റ്റേറ്റിൽ വ്യത്യാസം വന്നു. അതുപോലെ നമ്മൾ ഐസിനെ ചൂടാക്കുമ്പോൾ വാട്ടർ ആവും. അപ്പൊ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് അതിന്റെ അവസ്ഥ മാറി. വാട്ടറിനെ നമ്മൾ വീണ്ടും എന്താണ് തണുപ്പിക്കുമ്പോൾ ഫ്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിന്റെ ആ ഒരു ലിക്വിഡ് അവസ്ഥയിൽ നിന്ന് സോളിഡിലോട്ട് മാറും. അപ്പൊ ഹീറ്റ് ചെയ്യുകയോ കൂൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ മാറ്ററിന്റെ സ്റ്റേറ്റിന് വ്യത്യാസം സംഭവിക്കുന്നു. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. നോക്കിക്കേ, വികാസവും സങ്കോചം. Many material expand on being heated and contract on being cooled. അപ്പൊ എന്താണ്? ധാരാളം മെറ്റീരിയൽസ് നമ്മൾ ചൂടാക്കുമ്പോൾ അത് വികസിക്കുകയും അത് തണുപ്പിക്കുമ്പോൾ അത് കോൺട്രാക്ട് ചെയ്യുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. സോളിഡ്സ് എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് ചെയ്ത ലീസ്റ്റ്. അപ്പൊ എന്താണ്? സോളിഡ് വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യുന്നത് ലീസ്റ്റ് ആണ്. ബൈ ഗ്യാസസ് എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് ചെയ്ത മോസ്റ്റ്. ഗ്യാസസ് ആണ് ധാരാളമായിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. A common example of expansion is the bursting of a cycle tube. A cycle tube sometimes burst on in its own when the cycle is kept in the sun. This is because the air inside the tube expands by absorbing heat from the sun. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ അല്ലേ എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന കൂൾ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ചെയ്യുന്ന എക്സാമ്പിൾ നമ്മൾ പറയുന്നത് നമ്മളെ സൈക്കിൾ ട്യൂബ്. നമ്മളെ സൈക്കിൾ ട്യൂബ് എന്ത് ചെയ്യുന്നു? ഒരുപാട് നേരം ഇങ്ങനെ വെയിലത്ത് നമ്മൾ ആ സൈക്കിൾ സൂക്ഷിക്കുകയാണെങ്കിൽ ആ സൈക്കിൾ ടയറിന്റെ അകത്തില്ലേ ട്യൂബിന്റെ അകത്ത് എന്താണ് ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസ് നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ ചൂടുമായിട്ട് പ്രവർത്തിച്ച് അത് വികസിക്കാൻ ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്താ ടീച്ചർ പറഞ്ഞത്? ഒരു സൈക്കിള് നമ്മുടെ ആ ഒരു സൈക്കിള് സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ കുറെ നേരം വെയിലത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ട്യൂബ് പൊട്ടും. കാരണം എന്താണ്? അതിന്റെ ആ ഒരു ടാങ്കിന്റെ അകത്തുള്ള ഗ്യാസ് നമ്മുടെ സൂര്യനിൽ നിൽക്കുന്ന ആ ചൂടുമായിട്ട് പ്രവർത്തിച്ച് ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ആ ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ആ ഒരു ട്യൂബ് അങ്ങനെ പൊട്ടുന്നത്. നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് അത് പറയാം. അപ്പൊ എന്താണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ മനസ്സിലായോ? അടുത്ത പോയിന്റ് നോക്കിക്കേ, ഇർറിവേഴ്സിബിൾ ചേഞ്ചസ്. ഹീറ്റ് ക്യാൻ കോസ് ഇർറിവേഴ്സിബിൾ ചേഞ്ചസ് അല്ലേ? എന്താണ്? ചൂട് എപ്പോഴും എന്ത് ചെയ്യുന്നു? ഇർറിവേഴ്സിബിൾ ചേഞ്ചിന് കാരണമാകുന്നു. Like the burning of a paper, wood, coal, petrol, kerosene, etc. നമ്മൾ പറഞ്ഞു പേപ്പർ ആയാലും വുഡ് ആയാലും കോൾ ആയാലും കെറോസിൻ ആയാലും ഒക്കെ കത്തിക്കുമ്പോൾ അത് ചാരമായിട്ടും ഗ്യാസ് ഒക്കെ ആയിട്ട് മാറുന്നു. അതിനെ നമുക്ക് തിരിച്ച് ആ സാധനങ്ങളെല്ലാം വീണ്ടും പേപ്പർ ആക്കാനും കോൾ ആക്കാനും പെട്രോൾ ആക്കാനും ഒന്നും സാധിക്കില്ല. അപ്പം ഹീറ്റ് എന്ത് ചെയ്യുന്നു? ഇർറിവേഴ്സിബിൾ ചേഞ്ചിന് കാരണമാകുന്നു. ഷുഗർ ഗെറ്റ്സ് ചാർഡ് വെൻ ഹീറ്റഡ് സ്ട്രോങ് ഇല്ലേ? പഞ്ചസാര കൂടുതൽ താപം നമ്മൾ ഇട്ടങ്ങ് കൂടുതലായിട്ട് താപം കൊടുക്കുകയാണെങ്കിൽ അത് കരിഞ്ഞു പോകും. അതുപോലെ തന്നെയാണ് റൊട്ടി ഓർ ചപ്പാത്തി ഈസ് ആൾസോ ഗെറ്റ് ചാർഡ് വെൻ ഓവർ ഹീറ്റ്. ചപ്പാത്തിയോ റൊട്ടിയോ നമ്മൾ ഇങ്ങനെ തോനെ അങ്ങ് ചൂടാക്കുമ്പോഴത്തേക്ക് അത് കരിഞ്ഞു പോകും. നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പം ബൈ ഹീറ്റിംഗ് ഓർ കൂളിംഗ്, ഹീറ്റിംഗ് കൂളിംഗ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു. അതിലൂടെ ഹീറ്റ് ചെയ്യുന്നതിലൂടെയും കൂൾ ചെയ്യുന്നതിലൂടെയും എന്തൊക്കെയാണ് നമ്മുടെ ചേഞ്ചിന്റെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ അല്ലേ? ഹീറ്റ് ചെയ്യുമ്പോഴോ കൂൾ ചെയ്യുമ്പോഴോ അതിന്റെ ഒരു മാറ്ററിന്റെ സ്റ്റേറ്റിന് വ്യത്യാസം വരുന്നു. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ, ഇർറിവേഴ്സിബിൾ ചേഞ്ചസ്. മനസ്സിലായ ഇത്രയും കാര്യങ്ങൾ? അടുത്ത പോയിന്റിലോട്ട് പോയാലോ?
ബൈ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് പ്രഷർ ഇല്ലേ, പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അതെന്താ നോക്കാം നമുക്ക്. അപ്പൊ എന്താണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുമ്പോഴത്തേക്കും അതും എന്താണ്, അതിലൂടെ നമുക്ക് മാറ്റം കൊണ്ടുവരാം. നോക്കിക്കേ, ഇൻ ജനറൽ പ്രഷർ ഹാസ് ലിറ്റിൽ എഫക്ട് ഓൺ സോളിഡ്സ് ഇല്ലേ, സോളിഡ്സിൽ കുറച്ച് എഫക്ട് മാത്രമേ നമുക്ക് പ്രഷറിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ. However, some solids become mishappen or break upon the application of pressure. ഒരു സോളിഡ്സിൽ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും ആ സോളിഡ്സ് ഒന്നുകിൽ മിസ്ഹാപ്പൻ ആവാനോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവാനോ സാധ്യത ഉണ്ട്. നോക്കിക്കേ, ഫ്ലഫി സോളിഡ്സ് ഇല്ലേ, എന്താണ് ഫ്ലഫി സോളിഡ്സ് എന്ന് വെച്ചാൽ എക്സാമ്പിൾ ലോ എ കുഷൻ ഓർ എ ബോൾ ഓഫ് വൂളോ കോട്ടൺ. അപ്പൊ നമുക്കറിയാം കോട്ടൺ കൊണ്ടോ വൂള് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലഫി ആയിട്ടാണെന്ന് വെച്ചാൽ പതിനൊന്ന സാധനങ്ങളിൽ നമ്മൾ പ്രഷർ കൊടുക്കുന്നു. Get mishappen when pressed, but get back their original shape when the pressure is released. നമ്മൾ എക്സാമ്പിൾ നമ്മൾ വെക്കുന്ന പില്ലോ ഇല്ലേ, തലകാണൊക്കെ നമ്മൾ പറയും, പില്ലോയ്ക്കാണ് നമ്മൾ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് താഴ്ന്നു പോകും. നമ്മൾ ആ തിരിച്ച് പ്രഷർ മാറ്റുകയാണെങ്കിൽ ആ ഒരു പില്ലോ നേരെ വരും, അതിന്റെ രൂപം നേരെയാവുന്നു. അപ്പൊ അത് തന്നെ നമ്മളിവിടെ ഓർത്താൽ മതി. പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു സോളിഡ് അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആ ഒരു സാധനത്തിന് എന്താണ് അതിന്റെ മിസ്ഹാപ്പൻ സംഭവിക്കും ഇല്ലേ, അതിന്റെ രൂപം കുറച്ച് മാറുന്നു. തിരിച്ച് നമ്മൾ ആ പ്രഷർ മാറ്റുമ്പോഴത്തേക്ക് അത് സാധാരണ രീതിയിലോട്ട് മാറും. സെക്കൻഡ് പോയിന്റ് നോക്കാം, ഡക്റ്റൈൽ ആൻഡ് മാലബിൾ സോളിഡ്സ്. എക്സാമ്പിൾ മെറ്റൽസ് ആൻഡ് അലോയ്സ് ക്യാൻ ബി ഗിവൻ ബി ഡിസൈഡ് ഷേപ്പ് ബൈ അപ്ലൈയിങ് പ്രഷർ. അപ്പൊ ഡക്റ്റൈൽ ആൻഡ് മാലബിൾ ആയിട്ടുള്ള സോളിഡ്സിൽ നമ്മൾ അതായത് അലോയിലെ ലോഹങ്ങളുടെ അലോയിലൊക്കെ നമ്മൾ എന്താണ് ഒരു പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ ഷേപ്പിന് വ്യത്യാസം സംഭവിക്കുന്നു. ബ്രിറ്റിൽ സോളിഡ്സ് എന്താണ് പൊട്ടുന്ന ഖരപദാർത്ഥങ്ങൾ. എക്സാമ്പിൾ കോൾ, ക്യാൻഡി, റോക്ക് സാൾട്ട് ആൻഡ് ബിസ്ക്കറ്റ് ബ്രേക്ക് അണ്ടർ പ്രഷർ. നമുക്ക് നോക്കാം, ബിസ്ക്കറ്റിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പൊട്ടുന്ന ഖരപദാർത്ഥത്തിൽ നമ്മൾ പ്രഷർ ചെയ്യുമ്പോഴത്തേക്കും അത് ബ്രേക്കപ്പ് ആവുന്നത് പൊട്ടിപ്പോകുന്നു. പ്രഷർ ഹാസ് ലിറ്റിൽ എഫക്ട് ഓൺ ലിക്വിഡ്സ് ബട്ട് ഗ്യാസസ് ആർ ഹൈലി എഫക്ട്. അപ്പൊ പ്രഷർ എന്താണ്, നമ്മുടെ ലിക്വിഡ്സിൽ അധികം അങ്ങോട്ട് എഫക്ട് ആവില്ല, കുറച്ച് എഫക്ട് മാത്രമേ ഉള്ളൂ. ബട്ട് ഗ്യാസസ് ആർ ഹൈലി എഫക്റ്റഡ്. ഗ്യാസിൽ എന്താണ് ഈ ഒരു പ്രഷർ ധാരാളം എഫക്റ്റ് ആണ്. ഗ്യാസസ് കോൺട്രാക്ട് വെൻ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് ഇല്ലേ, പ്രഷർ കൂടുതലാകുമ്പോഴത്തേക്കും ഗ്യാസ് എന്ത് ചെയ്യുന്നു, കോൺട്രാക്ട് ആവുന്നു. ആൻഡ് എക്സ്പാൻഡ് വെൻ ഇറ്റ്സ് റെഡ്യൂസ്ഡ് ഇല്ലേ, ആ ഒരു പ്രഷർ കുറയ്ക്കുമ്പോഴത്തേക്കും അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഗ്യാസസ് A gas under pressure is said to be compressed. അപ്പോൾ എന്താണ് ഈ ഒരു പ്രഷറിന്റെ അകത്ത് വരുന്ന ആ ഒരു ഗ്യാസിനെ ഗ്യാസ് അണ്ടർ പ്രഷർ ഈസ് സെഡ് ടു ബി കംപ്രസ്ഡ്. അതിനെ നമ്മൾ കംപ്രസ്ഡ് ഗ്യാസ് എന്നാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എയർ ഗെറ്റ് കംപ്രസ്ഡ് ആസ് വി പമ്പ് ഇൻടു എ സൈക്കിൾ ട്യൂബ്. അപ്പോൾ സൈക്കിൾ ട്യൂബിന്റെ അകത്ത് നമ്മൾ എയർ എന്ത് ചെയ്യുന്നു ഇല്ലേ, കംപ്രസ്ഡ് ചെയ്ത് കയറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഗ്യാസ് ബലൂൺസ് ആർ ഫിൽഡ് വിത്ത് കംപ്രസ്ഡ് ഗ്യാസ്. ഗ്യാസ് ബലൂണിന്റെ അകത്ത് എന്താണ് ഈ ഒരു കംപ്രസ്ഡ് ഗ്യാസ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ട് പോയിന്റ് പഠിച്ചു, ബൈ ഹീറ്റിംഗ് ഓർ കൂളിംഗ്, പിന്നെ എന്താണ് ബൈ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് പ്രഷർ. ഇനി അടുത്ത പോയിന്റ് ആണ് മിക്സിംഗ്. നോക്കിക്കേ, ബൈ മിക്സിംഗ് we can bring about many changes physical and chemical by mixing things. അപ്പോൾ എന്താണ് നമുക്ക് ഫിസിക്കൽ ചേഞ്ച് വേണമെങ്കിലും കെമിക്കൽ ചേഞ്ച് വേണമെങ്കിലും കൊണ്ടുവരാം. എങ്ങനെ, മിക്സിംഗിലൂടെ അല്ലേ, മിക്സിംഗിലൂടെ നമുക്ക് കെമിക്കൽ ചേഞ്ചോ ഫിസിക്കൽ ചേഞ്ചോ ഒക്കെ നമുക്ക് കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ ബൈ മിക്സിംഗ് വിത്ത് വാട്ടർ അല്ലേ, വാട്ടറിന്റെ ആ ഒരു മിക്സ്. ഷുഗർ ഓർ സാൾട്ട് ഈസ് കൺവേർട്ടഡ് ഇൻ എ സൊല്യൂഷൻ. ഷുഗറോ സാൾട്ടോ വാട്ടറോട്ടോ മിക്സ് ചെയ്ത് നമ്മൾ പുതിയൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നു അല്ലേ, പുതിയൊരു എന്താണ് ഒരു ലായനി കൊണ്ടുവരുന്നത്. അതിന് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് വിളിക്കുന്നു. ക്യുക്ലൈൻ മീൻസ് കൺവേർട്ടഡ് ടു എ സ്ലേക്കൺ ലൈം അല്ലേ, ക്യുക്ലൈൻ നമ്മൾ എന്ത് ചെയ്യുന്നു സ്ലേക്കൺ ലൈമായിട്ട് മാറ്റുന്നു. അതിനെ നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്നും വിളിക്കുന്നു. അപ്പൊ മിക്സിങ്ങിലൂടെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. നമ്മൾ എന്താണ് ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാം, ഏതൊക്കെ രീതിയാണ് ബൈ ഹീറ്റിംഗ് ഓർ കൂളിംഗ്, ബൈ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് പ്രഷർ, ബൈ മിക്സിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു, ചേഞ്ചസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, രണ്ടായിട്ട് സയൻസിൽ മോർ കൺവീനിയന്റ് ആയിട്ട് വേണ്ടിയിട്ട് സയന്റിസ്റ്റ് രണ്ടായിട്ട് ചേഞ്ചസിനെ ക്ലാസിഫൈ ചെയ്തു, കെമിക്കൽ ചേഞ്ച് എന്നും ഫിസിക്കൽ ചേഞ്ച് എന്നും. എന്താണ് കെമിക്കൽ ചേഞ്ച് എന്ന് നമ്മൾ നോക്കി. എന്തായിരുന്നു കെമിക്കൽ ചേഞ്ച്? A change in which new substances are formed and which cannot be reversed by reversing the condition is called a chemical change. ഇല്ലേ, പുതിയൊരു പദാർത്ഥം രൂപം കൊള്ളുകയും കണ്ടീഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു റിവേഴ്സ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റാത്തതിനെ നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് വിളിച്ചു. ഫിസിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ അവിടെ പുതിയൊരു പദാർത്ഥം ഒന്നും തന്നെ ഫോം ചെയ്യുന്നില്ല,
കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് അതിനെ റിവേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. രണ്ട് ചേഞ്ചസ് നമ്മൾ പഠിച്ചു. പിന്നെ റിയാക്ടൻസ് എന്താണെന്ന് നോക്കി, പ്രോഡക്ട്സ് എന്താണെന്ന് സ്റ്റഡി ചെയ്തു. പിന്നെ ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്, ഇല്ല ഈ രണ്ട് മാറ്റങ്ങൾ ഒരുമിച്ച് സംഭവിക്കുക. അതിനുള്ള എക്സാമ്പിൾ നമ്മൾ പഠിച്ചു, മേക്കിംഗ് ഓഫ് എ ക്യാൻഡിൽ. പിന്നെ ഹൗ ടു മേക്ക് ചേഞ്ചസ് ടേക്ക് പ്ലേസ്. ഈ ചേഞ്ചസ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാം, പല വഴികളിലൂടെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. heating or cooling, by heating or cooling, by increasing or decreasing pressure, by mixing. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. നമ്മുടെ ഈ സ്റ്റഡി ഓഫ് ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പൊ എന്താണ് ഇതിന്റെ ഇന്നും പഠിപ്പിച്ച നോട്ട്സ് ടീച്ചറെ വീഡിയോ ഡാറ്റ ഉൾപ്പെടുത്താം. നിങ്ങൾ നോട്ട്സ് എഴുതണം, ടീച്ചറിന് സെൻഡ് ചെയ്യണം. അതുപോലെ വോയിസ് മെസ്സേജും ടീച്ചറിന് സെൻഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും പഠിപ്പിച്ച മനസ്സിലായോ? ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.